വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് മൈസെൽഫ് സുദേവ്. അപ്പോൾ മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫോക്കസ് സീരീസിലെ അടുത്ത ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. നമ്മുടെ +2 ഫിസിക്സിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററും അതേപോലെ തന്നെ വൺ ഓഫ് ദ സിമ്പിൾ ചാപ്റ്ററുമാണ്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഡെറിവേഷൻസോ പ്രോബ്ലംസോ ഒന്നും പഠിക്കാനില്ല, കുറച്ച് തിയറിയേ ഉള്ളൂ. കുറച്ച് തിയറി ക്വസ്റ്റ്യനുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. 3 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ആ 3 മാർക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഈ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും ഈ ചാപ്റ്ററിൽ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ തുടങ്ങാണ്, സമയം കളയുന്നില്ല, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ചാപ്റ്ററിന്റെ മുഴുവൻ പേരെന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ് ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട്സ്. വലിയ പേരൊക്കെ ഉണ്ട്, പക്ഷേ ഈ ചാപ്റ്റർ എന്താണ്, വളരെ എളുപ്പമാണ്. തിയറി മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തില്ല, അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രോബ്ലംസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഡെറിവേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ തന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും കേട്ടാ. ശ്രദ്ധിച്ചോളൂ കേട്ടാ. അപ്പൊ ആദ്യം പഠിക്കാനുള്ള ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഡ്രോ ദ എനർജി ബാൻഡ് ഇൻ സോളിഡ്സ്. അതായത് സോളിഡ്സിന്റെ എനർജി ബാൻഡുകൾ വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ മക്കളെ, ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാ. ഏതൊരു സോളിഡ് എടുത്താലും ശ്രദ്ധിച്ചോട്ടാ, ഏതൊരു സോളിഡ് എടുത്താലും നിങ്ങൾക്ക് 2 ബാൻഡുകളാണ് അതിൽ കാണാൻ പറ്റുക. ഒന്നിനെ പറയും വാലൻസ് ബാൻഡ് എന്ന് പറയും, രണ്ടാമത്തേനെ പറയും കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ ഏതൊരു സോളിഡ് എടുത്താലും അതിൽ 2 ബാൻഡുകളാണ് ഉണ്ടാവുക. എന്തൊക്കെയാണ് ഉണ്ടാവുക? വാലൻസ് ബാൻഡും ഉണ്ടാവും, കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. അപ്പോ ഒരു സോളിഡിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരക്കാൻ പറയുമ്പോൾ ആദ്യം തന്നെ ഒരു ആക്സിസ് വരക്കുക. അതിൽ എന്ത് മാർക്ക് ചെയ്യുക? എനർജി എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 2 ബാൻഡുകൾ ഞാൻ പറഞ്ഞു, ഏതൊരു സോളിഡ് നമ്മൾ എടുത്താലും അതിൽ 2 ബാൻഡുകളാണ് ഉണ്ടാവുക. അതിൽ താഴത്തുള്ളതിനെ നമ്മൾ പറയും വാലൻസ് ബാൻഡ് എന്ന് പറയും. എന്ന് പറയും വാലൻസ് ബാൻഡ്. അതേപോലെ മുകളിലുള്ളതിനെ നമ്മൾ പറയും കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏതൊരു സോളിഡിന്റെ ബാൻഡ് ഡയഗ്രാം വരക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്യുക? എനർജിയുടെ ആക്സിസ് മാർക്ക് ചെയ്യുക, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്ത് ചെയ്യുക? വരച്ചു വെക്കുക. കുഴപ്പമില്ലല്ലോ. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം കൂടി അതിൽ മാർക്ക് ചെയ്യാനുണ്ട്, വേറെ ഒന്നുമല്ല. നോക്കിയടാ മക്കളെ, താഴത്തുള്ള ഇനിയാണ് നമ്മൾ വാലൻസ് ബാൻഡ്, മുകളിലുള്ള ഇനിയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുക. അതില് ഈ വാലൻസ് ബാൻഡിന്റെ എനർജിനെ EV എന്നാണ് കാണിക്കുക. കുഴപ്പമില്ലല്ലോ. അതേപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജിനെ EC എന്നാണ് കാണിക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി അതിൽ നോട്ട് ചെയ്യാനുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മുടെ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഈ ഒരു എനർജി ഡിഫറൻസിന്, അതായത് വാലൻസ് ബാൻഡിന്റെ എനർജി EV ആണ്, കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജി EC ആണ്. അപ്പൊ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഈ ഒരു എനർജി ഡിഫറൻസിനെ, ഇവരുടെ രണ്ടുപേരെയും എനർജി ഡിഫറൻസിനെ നമ്മൾ വിളിക്കും എനർജി ഗ്യാപ്പ് അഥവാ ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എന്ത് കഴിഞ്ഞു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ എന്ത് ഡയഗ്രമാണ് നമ്മൾ വരച്ചേക്കുന്നത്? മറക്കണ്ട, ബാൻഡ് ഡയഗ്രാം. എന്ത് ബാൻഡ് ഡയഗ്രാം? എനർജി ബാൻഡ് ഡയഗ്രാം. ആരുടെ? സോളിഡ്സിന്റെ. ഓക്കെ, അപ്പൊ ഏതൊരു സോളിഡ് നിങ്ങൾ എടുത്താലും അവിടെ 2 എനർജി ബാൻഡുകളാണ് ഉണ്ടാവുക, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. അതിൽ വാലൻസ് ബാൻഡിന്റെ എനർജി EV, കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജി EC. ഈ 2 വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ആ ഒരു എനർജി ഡിഫറൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി ഗ്യാപ്പ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടി. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്ക്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് വരക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഡിഫൈൻ എനർജി ഗ്യാപ്പ് ഓർ ബാൻഡ് ഗ്യാപ്പ്. 2 പേരുകളും ഉണ്ട്, എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഇതിനെന്തെന്നും പറയാം, ബാൻഡ് ഗ്യാപ്പ് എന്നും പറയും. എന്താണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്? അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ റൈറ്റ് ദ യൂണിറ്റ് ഇൻ വിച്ച് ബാൻഡ് ഗ്യാപ്പ് ഈസ് മെഷേർഡ്. അതേപോലെ ബാൻഡ് ഗ്യാപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റും കൂടെയും എന്താണെന്ന് പറയാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കുക, ശ്രദ്ധിച്ചോ. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ, ഞാൻ ഈ പറയുന്ന പോലെ പഠിച്ചാൽ മതി കേട്ടാ. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് കോൾഡ് എനർജി ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, അത്രയും പഠിച്ചാൽ മതി. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, അതായത് വാലൻസ് ബാൻഡിന്റെ എനർജി ആയിരിക്കില്ല ആർക്ക് ഉണ്ടാവുക? കണ്ടക്ഷൻ ബാൻഡിന് ഉണ്ടാവുക. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, അപ്പൊ അവരുടെ എനർജികൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, അത്രേ ഉള്ളൂ.
അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 2 ക്വസ്റ്റ്യനുകൾ ഇവിടെ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്നാമത്തെ കാര്യം, ഏതൊരു സോളിഡിന്റെയും എനർജി ബാൻഡ് ഡയഗ്രാം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിസ് വരക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 2 ബാൻഡുകൾ മാർക്ക് ചെയ്യുക. താഴത്തുള്ളതിനെ വാലൻസ് ബാൻഡ് എന്ന് പറയും, മുകളിലുള്ളതിനെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും. വാലൻസ് ബാൻഡിന്റെ എനർജി EV, കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജി EC. ഈ 2 എനർജികൾ തമ്മിലുള്ള ഡിഫറൻസിന്, അതായത് വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും ഇടയിലുള്ള ഒരു ഡിഫറൻസിനെ, എനർജി ഡിഫറൻസിന് നമ്മൾ പറയുന്നവരാണ് എനർജി ഗ്യാപ്പ്. വേറൊരു പേരും കൂടി ഉണ്ട്, എന്താണ് പറഞ്ഞത്? ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. EV എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് പറയുക, അല്ലെങ്കിൽ അതിന് ഷോർട്ടായിട്ട് നമ്മൾ എന്ത് കാണിക്കും? EV. ഓക്കെ, അപ്പൊ ഈ എനർജി ഗ്യാപ്പ് മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്, മറക്കരുത് കേട്ടാ. എനർജി ഗ്യാപ്പ് അഥവാ ബാൻഡ് ഗ്യാപ്പിന്റെ യൂണിറ്റ് ആണ് എന്ത്? EV അഥവാ ഇലക്ട്രോൺ വോൾട്ട്. ഫസ്റ്റ് സ്ലൈഡ് കഴിഞ്ഞു. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോട്ടാ. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് എനർജി ബാൻഡ്. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ച എനർജി ബാൻഡിന്റെ അടിസ്ഥാനത്തിൽ മെറ്റലുകളെയും അതേപോലെ തന്നെ ഇൻസുലേറ്ററുകളെയും സെമി കണ്ടക്ടറുകളെയും തമ്മിൽ തരംതിരിക്കാൻ. ഓക്കെ, ഈ പടവും ഈ താഴ്ത്തിയിരിക്കുന്ന ഈ ഒരു പോയിന്റും, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫിഗർ മാത്രം, ഡയഗ്രാം മാത്രം നോക്കിയാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് അത് നമുക്ക് സ്വന്തമായിട്ട് എഴുതി വെക്കാവുന്ന കാര്യമുള്ളൂ. ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു? എനർജി ബാൻഡ് എന്താണെന്നുള്ളത് പഠിച്ചു അല്ലെ? ബാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ഒക്കെ പഠിച്ചു അല്ലെ? അപ്പൊ ഈ എനർജി ബാൻഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് മെറ്റലുകളെയും ഇൻസുലേറ്ററുകളെയും സെമി കണ്ടക്ടറുകളെയും തമ്മിൽ തരംതിരിക്കാൻ പറ്റുന്നത്? ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. അതിൽ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് മെറ്റലുകളാണ്. ശ്രദ്ധിച്ചോട്ടാ. മെറ്റലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. ഓവർലാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? അതായത് ഇപ്പോ ഇതാണ് വാലൻസ് ബാൻഡ് എന്ന് വിചാരിക്കാം, അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും ആര് നിൽക്കുന്നുണ്ടാവുക? കണ്ടക്ഷൻ ബാൻഡ് നിൽക്കുന്നുണ്ടാവും. മനസ്സിലായി? അതായത് ഒന്നിന്റെ മീതെ ഒന്നിന്റെ മുകളിൽ മറ്റൊന്ന് നിൽക്കുന്ന പോലെ ആയിരിക്കും എന്ത് നിൽക്കുന്നുണ്ടാവുക? ഈ പറയുന്ന എനർജി ബാൻഡുകൾ നിൽക്കുന്നുണ്ടാവുക. ആരുടെ കേസിൽ? മെറ്റൽസിന്റെ കേസിൽ. അതായത് ഏതൊരു സോളിഡും, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഏതൊരു സോളിഡ് എടുത്താലും 2 ബാൻഡുകളല്ലേ ഉണ്ടാവുക, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. അതിൽ മെറ്റലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയായിരിക്കും നിൽക്കണ്ടാവുക? ഒന്നിന്റെ മീതെ ഒന്ന്, അതായത് ഒന്നിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും അടുത്ത ബാൻഡ് നിൽക്കുന്നുണ്ടാവുക. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ പടം നോക്കാം. എങ്ങനെ വരും? ശ്രദ്ധിച്ചോട്ടാ. ഇത് വാലൻസ് ബാൻഡ്, അതിന്റെ മുകളിൽ കൂടെ ആയിരിക്കും ആര് നിൽക്കുന്നുണ്ടാവുക? കണ്ടക്ഷൻ ബാൻഡ് നിൽക്കുന്നുണ്ടാവുക. രണ്ടും പരസ്പരം എന്തായിട്ടും ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. കുഴപ്പമില്ലല്ലോ, ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ആ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടാവൂല. ഓക്കെ, എനർജി ഗ്യാപ്പ് 0 ആയിരിക്കും. അതാണ് ആരുടെ പ്രത്യേകത? മെറ്റൽസിന്റെ പ്രത്യേകത. മറക്കണ്ട, മെറ്റൽസിന്റെ പ്രത്യേകത എന്താണ്? മെറ്റൽസിന്റെ എനർജി ബാൻഡുകളുടെ പ്രത്യേകത എന്താണ്? അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം എങ്ങനെ നിൽക്കും മക്കളെ? ഓവർലാപ്പ് ചെയ്തിരിക്കും. ഈ വാക്ക് ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഒരു ഡയഗ്രാം വരക്കാനും പഠിക്കുക. ഓക്കെ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം ഓവർലാപ്പ് ചെയ്തിരിക്കും. അതുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഗ്യാപ്പ്, സാധാരണഗതിയിൽ വാലൻസ് ബാൻഡിന്റെ കണ്ടക്ഷൻ ബാൻഡിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ എന്താ വിളിക്കുക? എനർജി ഗ്യാപ്പ് അല്ലെ? EG എന്നാണ് കാണിക്കുക. ഇവിടെ ഒന്നിന്റെ മുകളിൽ അടുത്ത് നിൽക്കുന്ന കാരണം ഇവരുടെ ഇടയിൽ എനർജി ഗ്യാപ്പ് ഇല്ല, എനർജി ഗ്യാപ്പ് 0. ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. പടം വരക്കുക, ഈ 2 പോയിന്റുകൾ എഴുതി വെക്കുക. ഓക്കെ, അടുത്തത് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വാലൻസ് ബാൻഡ്, ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിന്റെ ഇടയിൽ ലാർജ് ഗ്യാപ്പ് ഉണ്ടാവും. അതായത് വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, വലിയൊരു എനർജി ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. ആ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും വലുതായിരിക്കും. എനർജി ഗ്യാപ്പ് അളക്കുന്നത് ഇലക്ട്രോൺ വോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്ററുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാലൻസ് ബാൻഡ് ആണെങ്കിൽ ആ വാലൻസ് ബാൻഡിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും എന്ത് എടുക്കണ്ടാവുക? കണ്ടക്ഷൻ ബാൻഡ് എടുക്കണ്ടാവുക. അതായത് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ലാർജർ ആയിരിക്കും. അത് എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും വലുതായിരിക്കും എന്ത് അവിടുത്തെ എനർജി ഗ്യാപ്പ് അഥവാ EG എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ ഇൻസുലേറ്റർ. ഇനി സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടറിന്റെ ആ പടം തന്നെ നോക്കിയാൽ നിങ്ങൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഇത് വാലൻസ് ബാൻഡ്, താഴത്തുള്ളതിനെ വാലൻസ് ബാൻഡ് എന്ന് പറയും, മുകളിലുള്ളതിനെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും.
ബാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെ ഇടയിൽ എനർജി ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ എന്തായിരിക്കും, 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കുറവായിരിക്കും അവിടുത്തെ എനർജി ഗ്യാപ്പ്. കുഴപ്പമില്ലല്ലോ, അവിടുത്തെ എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഇൻസുലേറ്ററിൽ എങ്ങനെയായിരുന്നു, നേരെ തിരിച്ചു. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും വലുതായിരുന്നു ഇവിടുത്തെ എനർജി ഗ്യാപ്പ്. പക്ഷെ ഇവിടെ 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും ചെറുതായിരിക്കും ഇവിടുത്തെ എനർജി ഗ്യാപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. അതായത് എനർജി ബാൻഡുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സോളിഡുകളെ 3ആയിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. മെറ്റലുകൾ, അതേപോലെ ഇൻസുലേറ്ററുകൾ, സെമി കണ്ടക്ടറുകൾ. എന്താണ് മെറ്റലിന്റെ പ്രത്യേകത? എന്താ മെറ്റലിന്റെ പ്രത്യേകത? ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം എന്ത് ചെയ്യും മക്കളെ? ആ വാക്ക് പറഞ്ഞ ഓവർലാപ്പ് ചെയ്യും. എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. അതായത് ബാലൻസ് ബാൻഡ് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിലായിരിക്കും എന്ത് ഇരിക്കേണ്ടാവുക? കണ്ടക്ഷൻ ബാൻഡ് ഇരിക്കേണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ല, 0. ഓക്കെ, ഇനി ഇൻസുലേറ്റർ എടുത്താൽ എങ്ങനെയാണ്? ഇൻസുലേറ്ററിന്റെ കേസിൽ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വലിയ എനർജി ഗ്യാപ്പ് ഉണ്ടാവും. അത് എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി സെമി കണ്ടക്ടർ ആണെങ്കിലോ അവിടെയും ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എനർജി ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എത്രയാണ്? ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ചെറിയ എനർജി ഗ്യാപ്പ് ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഈ ഫിഗർ വരക്കുക, ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെക്കുക. യെസ്, അത് കഴിഞ്ഞു. അടുത്തത്, വാട്ട് ഈസ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? ഇനി എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോട്ടോ. പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതായത് പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറുകളെയാണ് എന്താ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? കണ്ടക്ടർ, ഇൻസുലേറ്റർ നിങ്ങൾക്ക് അറിയൂലേ അല്ലെ? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിനെ കടത്തി വിടുന്ന സാധനങ്ങളെയാണ് കണ്ടക്ടർ എന്ന് പറയാം അല്ലെ? ഇപ്പൊ കോപ്പർ ഒരു കണ്ടക്ടറാണ്. കാരണം കോപ്പറും കൂടെ എന്ത് കടന്നു പോകും? കറണ്ട് കടന്നു പോകും. അതുകൊണ്ട് അതൊരു കണ്ടക്ടറാണ്. ഇനി ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിനെ കിടത്തി വിടാത്ത ആളാണ്. അപ്പൊ എന്താ സെമി കണ്ടക്ടർ? കറണ്ടിനെ കിടത്തി വിടുമെന്ന് വെച്ചാൽ വിടും, എന്നാൽ മുഴുവനായിട്ട് കറണ്ടിനെ കിടത്തി വിടുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ ആൾക്കാരാണ് എന്ത്? സെമി കണ്ടക്ടർ. അപ്പൊ അതില് ആദ്യത്തെ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് നമ്മൾ പഠിക്കുന്നത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറുകളെയാണ് എന്തെന്ന് വിളിക്കുക? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. ഓക്കെ, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറുകളെയാണ് എന്തെന്ന് വിളിക്കുക? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുക. കുഴപ്പമില്ലല്ലോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ അവിടെ പറഞ്ഞുതരാം. ഈ പ്യുവർ സെമി കണ്ടക്ടർ അഥവാ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് ഒന്നില്ലെങ്കിൽ സിലിക്കൺ വെച്ചിട്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ജെർമേനിയം വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അത് പ്യുവർ സെമി കണ്ടക്ടറുകളാണ്. അത് ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഒന്നില്ലെങ്കിൽ സിലിക്കണോ അല്ലെങ്കിൽ ജെർമേനിയോ വെച്ചിട്ടായിരിക്കും എന്തുണ്ടാക്കുന്നുണ്ടാവുക? പ്യുവർ സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നുണ്ടാവുക. കുഴപ്പമില്ലല്ലോ. 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. അതേപോലെ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ കൊടുത്തേക്കണതിന്റെ അർത്ഥം എന്നറിയോ? അതായത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ സെമി കണ്ടക്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക 2 സാധനങ്ങളാണ്. ഒന്ന് ഇലക്ട്രോണുകളും, അതേപോലെ രണ്ടാമത്തത് ഹോളുകളും. ഒരു സെമി കണ്ടക്ടർ എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ, ഞാൻ ഇതിൻ്റെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ പറയുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ല. നമ്മളിപ്പോൾ പഠിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ്. എക്സാമിന് എന്ത് വേണോ അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ വേണോ അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെക്ചർ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഇതിൻ്റെ കൺസെപ്റ്റുകളിലേക്കോ ഞാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ ഈ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, എക്സാമിന് അതേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സെമി കണ്ടക്ടർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് 2 സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഹോളുകൾ എന്ന് പറയും, രണ്ടാമത്തത് ഇലക്ട്രോണുകൾ. പ്യുവർ സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത അതിൽ നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, പ്യുവർ സെമി കണ്ടക്ടറുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? 2 സാധനങ്ങളാണ് അതിൽ ഉണ്ടാവുക. എന്തൊക്കെ ഉണ്ടാവും? ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാവും, ഹോൾസും ഉണ്ടാവും. പ്യുവർ സെമി കണ്ടക്ടർ ആണെങ്കിൽ ഹോളുകളുടെ എണ്ണവും ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്തൊക്കെ നിങ്ങൾ എഴുതണം? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം? ഒന്നാമത്തെ പോയിന്റ് പ്യുവർ സെമി കണ്ടക്ടർ ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഒന്നില്ലെങ്കിൽ സിലിക്കൺ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ജെർമേനിയം വെച്ചിട്ടായിരിക്കും. കിട്ടിയ മക്കളെ? ഇനി മൂന്നാമത്തത്, ഇവിടെ ഹോളുകളുടെ എണ്ണവും ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. സോ ദ നമ്പർ ഓഫ് ഹോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അത്രേ ഉള്ളൂ, അത്ര ആവശ്യമുള്ളൂ. അടുത്തത്, ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ. ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മളോട് കുറച്ച് ബാൻഡ് ഡയഗ്രാംസ് ഒക്കെ വരക്കാനായിട്ട് പറയും. അപ്പൊ ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കാണ് എനർജി ബാൻഡ് ഡയഗ്രാം വരക്കണം.
ആരുടേത്? ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ. അതായത് നമ്മളിപ്പോൾ പഠിച്ച പ്യുവർ സെമി കണ്ടക്ടറിന്റെ ബാൻഡ് ഡയഗ്രാം വരക്കണം. ഏത് ടെമ്പറേച്ചറിലുള്ളതാ വരക്കേണ്ടത്? ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 0 കെൽവിൻ. 0 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഉള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരക്കണം. ആരുടെ? പ്യുവർ സെമി കണ്ടക്ടർ അഥവാ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? ശ്രദ്ധിച്ചോട്ടാ, ശ്രദ്ധിക്കുക. An intrinsic semiconductor will behave like an insulator at T is equal to 0 Kelvin. ഈ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതായത് 0 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടറുകൾ എന്തായിട്ടാണ് പ്രവർത്തിക്കുക? ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുക. ഇൻസുലേറ്റർ എന്ന് പറയാൻ എന്താണെന്ന് അറിയാല, കറന്റിനെ കിടത്തി വിടാത്ത ആളുകളാണ് ഒരു ഇൻസുലേറ്ററുകൾ. ഓക്കെ, അപ്പോ ഇൻട്രൻസിക് സെമി കണ്ടക്ടറുകൾ ടെമ്പറേച്ചർ 0 കെൽവിൻ ആണെങ്കിൽ ശ്രദ്ധിക്കണം, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കെൽവിൻ ആണ് ഇവന്റെ ടെമ്പറേച്ചർ എങ്കിൽ ഇവൻ ആരുടെ സ്വഭാവം കാണിക്കുള്ളൂ? ഇൻസുലേറ്ററിന്റെ സ്വഭാവം കാണിക്കുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇതിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരക്കാൻ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ വരക്കുന്നത് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോട്ടാ. ഇവിടെ എന്ത് മാർക്ക് ചെയ്യും? നമ്മള് എനർജി എന്നുള്ളത് മാർക്ക് ചെയ്യും. അതേപോലെ തന്നെ താഴത്ത് എന്ത് വരക്കുക? വാലൻസ് ബാൻഡ് വരക്കുക. മുകളിൽ എന്ത് വരക്കുക? കണ്ടക്ഷൻ ബാൻഡ് വരക്കുക. ഇടയിൽ എന്ത് കാണിക്കുക? എനർജി ഗ്യാപ്പ് കാണിക്കുക. കുഴപ്പമില്ലല്ലോ? ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. കുഴപ്പമില്ലല്ലോ? ഒരു കാര്യം കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരക്കുമ്പോൾ വാലൻസ് ബാൻഡിൽ നിങ്ങൾ എന്ത് കാണിക്കണം? കുറച്ച് ഇലക്ട്രോൺസ് ഇരിക്കുന്നതായിട്ട് കാണിക്കണം. എവിടെ മാത്രമാണ്? വാലൻസ് ബാൻഡിൽ മാത്രം ട്ടാ. വാലൻസ് ബാൻഡിൽ കുറച്ച് ഇലക്ട്രോൺസ് ഇരിക്കുന്നതായിട്ട് കാണിക്കണം. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചോട്ടാ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഒന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോടാ മക്കളെ? ഒന്ന് പറഞ്ഞേ. ആദ്യം പഠിച്ചത് എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? എന്തൊക്കെ പോയിന്റുകൾ ഓർക്കണം? പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആണ്. രണ്ടാമത്തതോ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഒന്നല്ലെങ്കിൽ സിലിക്കണോ അല്ലെങ്കിൽ ജർമേനിയോ വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നുണ്ടാവുക. മൂന്നാമത് പഠിച്ച പോയിന്റ് എന്താ? ഹോളുകളുടെ എണ്ണവും ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഇപ്പൊ പഠിച്ചത് ജസ്റ്റ് ഈ പടം വരക്കാനുള്ളൂ. എന്താണ് ചോദ്യം? അതായത് എനർജി ബാൻഡ് ഡയഗ്രാം വരക്കണം. ആരുടെ എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറഞ്ഞാലും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഇടയിലെ എനർജി ഗ്യാപ്പും വരക്കാൻ അറിയാലോ? അറിയാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ 0 കെൽവിൻ എന്നാണ് പറഞ്ഞേക്കണേ. 0 കെൽവിൻ ടെമ്പറേച്ചറിലാണെങ്കിൽ എപ്പോഴും ഓർക്കുക, 0 കെൽവിൻ ടെമ്പറേച്ചറിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്യുവർ സെമി കണ്ടക്ടർ എപ്പോഴും ഒരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഓക്കെ, മറക്കണ്ട. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ 0 കെൽവിനിലാണ് ഉള്ളതെങ്കിൽ അത് ഒരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതായത് കറണ്ടിനെ അതിലൂടെ എന്ത് ചെയ്യൂല? കിടത്തി വിടൂല. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രത്യേകം എനർജി ബാൻഡ് ഡയഗ്രാം വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എനർജി ഗ്യാപ്പ് ഒക്കെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ കംപ്ലീറ്റ് ഇലക്ട്രോൺസും എവിടെ വരച്ചു വെക്കുക? ബാലൻസ് ബാൻഡിൽ വരച്ചു വെക്കുക. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം. വീണ്ടും എനർജി ബാൻഡ് ഡയഗ്രാം തന്നെയാണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ വ്യത്യാസം? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ തന്നെയാണ്, പക്ഷേ ഏത് ടെമ്പറേച്ചറിലുള്ളതാണ്? ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ ആണ്. അതായത് 0 കെൽവിനേക്കാളും വലിയ ടെമ്പറേച്ചർ ആണെങ്കിൽ ഉള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ കൂടുമ്പോൾ 0 കെൽവിൻ ആണെങ്കിലുള്ള പടം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇവിടെ പറയുന്നത് ടെമ്പറേച്ചർ 0 കെൽവിനേക്കാൾ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, സം ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ് ഫ്രം വാലൻസ് ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അതായത് വേറെ ഒന്നുമല്ല, അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണോട്ടാ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വാലൻസ് ബാൻഡിലുള്ള കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആയിട്ട്, അതായത് നമുക്കറിയാം ഇലക്ട്രോണുകൾക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ചൂടാക്കുക അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറയുന്നത് എന്താണ്? എനർജി കിട്ടുകയാണ്. എനർജി കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കുറച്ച് എങ്ങോട്ട് ചാടിപ്പോവും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിപ്പോവും. അപ്പൊ അതിന്റെ പടം എങ്ങനെ വരക്കും? ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം, സിമ്പിൾ ആയിട്ട് വരച്ച് കാണിക്കാം. അതേ ശ്രദ്ധിച്ചോ, എനർജി എന്നുള്ളത് മാർക്ക് ചെയ്യും, എനർജി എന്നുള്ളത് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ താഴത്തെ എന്ത് വരക്കും? ആദ്യം വാലൻസ് ബാൻഡ് വരക്കും, മുകളിൽ എന്ത് വരക്കും? കണ്ടക്ഷൻ ബാൻഡ് വരക്കും. അതുപോലെ ഇടയിൽ എന്ത് മാർക്ക് ചെയ്യും? നമ്മൾ എനർജി ഗ്യാപ്പ് മാർക്ക് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. ശ്രദ്ധിച്ചോട്ടാ. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വാലൻസ് ബാൻഡിൽ നിന്ന് ശ്രദ്ധിച്ചോട്ടാ, ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരുന്ന സമയത്ത്, ശ്രദ്ധിച്ചോട്ടാ, ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരുന്ന സമയത്ത് എല്ലാ ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിൽ മാത്രമേ ഉള്ളൂ.
പക്ഷെ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വാലൻസ് ബാൻഡിലുള്ള കുറച്ച് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് എവിടേക്ക് ചാടിക്കേറും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിക്കേറും. അപ്പൊ ഇവിടെ ഉണ്ടായ കുറച്ച് ഇലക്ട്രോൺസ് എങ്ങോട്ട് ചാടിക്കേറും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിക്കേറും. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ഇലക്ട്രോൺസ് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ എന്ത് ഫോം ചെയ്യും? ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ എന്ത് ഫോം ചെയ്യും? ഹോളുകൾ ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഹോളുകൾ. എന്താ ഈ ഹോളുകൾ എന്ന് പറഞ്ഞാൽ? ഒന്ന് ഈ പടവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിട്ടാ. ആദ്യം ഇവിടെ എന്തുണ്ടായിരുന്നു? ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ടെമ്പറേച്ചർ കൂട്ടിയ സമയത്ത് എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് ചാടി എവിടേക്ക് കയറിപ്പോയി? കണ്ടക്ഷൻ ബാൻഡിലേക്ക് കയറിപ്പോയി. അപ്പൊ ആദ്യം ആ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് എന്ത് വരും? ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹോൾ എന്ന് വിളിക്കുക. അപ്പൊ ഈ നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരുന്ന സമയത്ത് എന്തായിരുന്നു പ്രത്യേകത? എല്ലാ ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിൽ തന്നെയായിരുന്നു. പക്ഷെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ 0 കെൽവിനേക്കാൾ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? വാലൻസ് ബാൻഡിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട്, വാക്ക് മറക്കണ്ട, എക്സൈറ്റഡ് ആയിട്ട് എവിടേക്ക് ചാടിപ്പോയി? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിപ്പോയി. അപ്പോൾ ആദ്യ അവന്മാരുണ്ടായിരുന്ന സ്ഥലത്ത് എന്ത് മാർക്ക് ചെയ്തിടണം? ഹോൾസ് മാർക്ക് ചെയ്തിടണം. ഓക്കെ ആണോ? പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയതുകൊണ്ട് എത്ര ഹോൾ ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് എവിടേക്ക് കയറിയിട്ടുണ്ടാവും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് കയറിയിട്ടുണ്ടാവും. ഓക്കെ, കഴിയും. അത്രേ ഉള്ളൂ. യെസ്. അടുത്തത്, ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ശ്രദ്ധിച്ചോട്ടാ, ഞാൻ പറഞ്ഞില്ലേ പക്ക തിയറി ചാപ്റ്റർ ആണ്. ജസ്റ്റ് നിങ്ങൾ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം സംഭവം ഐഡിയ മനസ്സിലായതിനു ശേഷം ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യണം. റിവൈൻഡ് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? പഠിക്കാനിരിക്കുക കേട്ടാ. ശ്രദ്ധിച്ചോളൂ കേട്ടാ. അപ്പൊ അടുത്തത്, വാട്ട് ആർ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? നേരത്തെ നമ്മൾ പഠിച്ചത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമല്ല, വെൻ ഇൻട്രിൻസിക് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? നേരത്തെ പഠിച്ചത് പ്യുവർ സെമി കണ്ടക്ടർ ആണ്. അപ്പൊ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇംപ്യുവർ സെമി കണ്ടക്ടർ ആയിരിക്കും. എന്തായിരിക്കും? ഇംപ്യുവർ സെമി കണ്ടക്ടർ ആയിരിക്കും. മറക്കരുത് ട്ടാ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇംപ്യുവർ സെമി കണ്ടക്ടർ ആണ്. ഇനി അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. വെൻ എ സ്മോൾ amount of suitable impurity is added to a pure semiconductor, the conductivity of the semiconductor increased. Such materials are known as extrinsic semiconductor or impurity semiconductor. എന്ന സംഭവം വേറൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ ഇവിടെ നോക്കിക്കോട്ടാ. എൻ്റെ കയ്യിൽ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഉണ്ടായിരുന്നു. ഈ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് ഞാൻ കുറച്ച് ഇംപ്യൂരിറ്റിനെ ചേർക്കുകയാണ്. മറക്കണ്ട, എന്താ പറഞ്ഞത്? പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് കുറച്ച് ഇംപ്യൂരിറ്റിനെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അങ്ങനെ ആ കണ്ടക്ടിവിറ്റി കൂട്ടി ഉണ്ടാക്കിയ ആ പുതിയ സെമി കണ്ടക്ടറെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഭാഷയിൽ എങ്ങനെ പറയാം? വെൻ a small amount of impurity is added to a pure semiconductor, their conductivity increases. ശരിയല്ലേ? അതായത് പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റി ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ കണ്ടക്ടിവിറ്റി കൂടും. കണ്ടക്ടിവിറ്റി കൂടുക എന്ന് പറയുന്നത് എന്താണ്? കറന്റിനെ കടത്തിവിടാനുള്ള കഴിവ് കൂടും. അങ്ങനെയാണെങ്കിൽ ആ പുതിയ സെമി കണ്ടക്ടർ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ. മറക്കണ്ട, എന്താണ് സംഭവം? പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റി ചേർത്ത് കഴിഞ്ഞ് അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടി ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടറുകളെ പറയുന്നവരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. യെസ്. അടുത്തത്, there are two types of extrinsic semiconductor. അതായത് രണ്ട് തരത്തിലുള്ള എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകൾ ഉണ്ട്, എൻ ടൈപ്പും പി ടൈപ്പും. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകൾ? എൻ ടൈപ്പും പി ടൈപ്പും. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടറിന് ഇപ്പൊ രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലായി. ഇൻട്രിൻസിക് പ്യുവർ സെമി കണ്ടക്ടറും ഉണ്ട്, എക്സ്ട്രിൻസിക് ഇംപ്യുവർ സെമി കണ്ടക്ടറും ഉണ്ട്. ഈ ഇംപ്യുവർ സെമി കണ്ടക്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് എന്ത് ചേർക്കുക? ഇംപ്യൂരിറ്റി ചേർക്കുക. അത് എന്തിനാ ചേർക്കണേ? കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ആ ഇംപ്യുവർ സെമി കണ്ടക്ടർ അഥവാ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ സെമി കണ്ടക്ടറുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻട്രിൻസിക്കും അതേപോലെ എക്സ്ട്രിൻസിക്കും.
അതിൽ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ സെമി കണ്ടക്ടർ. ഈ എക്സ്ട്രിൻസിക്കിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. ഇത് ഓർമ്മയുണ്ടാവണോട്ടാ, ആരൊക്കെയാണെന്നുള്ളത് ഓർമ്മയുണ്ടാവണോട്ടാ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുക. വാട്ട് ഈസ് ഡോപ്പിംഗ് ആൻഡ് ഡോപ്പന്റ്? ഡോപ്പിങ്ങും ഡോപ്പന്റും എന്താണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ട്ടാ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഡോപ്പിംഗ്, എന്താണ് ഡോപ്പന്റ്? ശ്രദ്ധിച്ചോട്ടാ. ദ ഡെലിബറേറ്റ് അഡീഷൻ ഓഫ്, ഈ ഡെലിബറേറ്റ് എന്നുള്ള വാക്കൊന്നും അവിടെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. Addition of a desirable impurity is called doping, and the impurity atom are called dopant. Such materials is also called doped semiconductor. സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ പറയണ പോലെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് എഴുതാം. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? നമ്മളിപ്പോൾ ഈ ചോദ്യത്തിൽ പഠിച്ചെന്താ, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റി ചേർത്ത് കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂടും അല്ലെ, കറണ്ടിനെ കടത്തിവിടാനുള്ള അതിന്റെ കഴിവ് കൂടും അല്ലെ. അങ്ങനെ ഈ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. എന്താ പറയാ, ഡോപ്പിംഗ്. അതിനു വേണ്ടി നമ്മൾ ചേർത്ത ഇമ്പ്യൂരിറ്റി ഇല്ലേ, ആ ഇമ്പ്യൂരിറ്റിനെ പറയുന്ന പേരാണ് ഡോപ്പന്റ്. അപ്പൊ എന്താ ഡോപ്പിംഗും ഡോപ്പന്റും? പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റി ചേർത്ത് അതിന്റെ കണ്ടക്ടിവിറ്റിനെ കൂട്ടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. അതിനുവേണ്ടി ഉപയോഗിച്ച ഇമ്പ്യൂരിറ്റിനെ പറയുന്ന പേരാണ് എന്ത്, ഡോപ്പന്റ്. മറക്കൂലല്ലോ, ഡോപ്പിങ്ങും ഡോപ്പന്റും. അപ്പൊ നമുക്ക് നമ്മുടെ വേർഡ്സിൽ എങ്ങനെ പറയാം ഇതിനെ, എങ്ങനെ പറയാം? നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ പറയാം. അതായത് when impurity is added to a pure semiconductor, their conductivity increases. This process is called doping, and the impurity which is added is called dopant. അവിടെ ചേർക്കുന്ന ഇമ്പ്യൂരിറ്റിനെയാണ് എന്തെന്ന് പറയാ, ഡോപ്പന്റ് എന്ന് പറയാം. ഓക്കെ, യെസ്. അതുകൊണ്ട് തന്നെ ഈ ഇമ്പ്യൂരിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ വേറൊരു പേരും കൂടെയും പറയുന്നുണ്ട്. അതാണ് ഡോപ്പന്റ് സെമി കണ്ടക്ടർ. സോറി, ഡോപ്പന്റ് അല്ല, ഡോപ്ഡ് സെമി കണ്ടക്ടർ കേട്ടോ, ഡോപ്ഡ് സെമി കണ്ടക്ടർ. അപ്പൊ എന്താണ് മക്കളെ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റി ചേർത്ത് അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഡോപ്പിംഗ്. അതിന് ചേർക്കുന്ന ഇമ്പ്യൂരിറ്റിനെ പറയുന്ന പേര് ഡോപ്പന്റ്. ഓക്കെ, യെസ്. അടുത്തത്, വാട്ട് ആർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ? ശ്രദ്ധിച്ചോട്ടാ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന് രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പും പി ടൈപ്പും. അതിലിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോട്ടാ. N-type semiconductor is obtained by doping silicon or germanium with pentavalent atoms like arsenic, antimony, phosphorus. എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? അതായത് പ്യുവർ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണും ജെർമേനിയും. ശ്രദ്ധിക്കട്ടോ, പ്യുവർ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ഏതെടുത്താലും കുഴപ്പമില്ല, ഇത് രണ്ടും എന്താണ്, പ്യുവർ സെമി കണ്ടക്ടർ ആണ്. അങ്ങനെ പ്യുവർ ആയിട്ടുള്ള സിലിക്കണിലേക്കോ ജെർമേനിയത്തിലേക്കോ എന്ത് ചേർക്കുക? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുക. എന്ത് ചേർക്കുക? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്? പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഒരു ഇമ്പ്യൂരിറ്റി ചേർക്കുകയാണ്. അതിൽ എൻ ടൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഇമ്പ്യൂരിറ്റി ചേർക്കണം? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കണം. എന്ത് ചേർക്കണം? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർത്താലാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുക? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ പറ്റുക. അതായത് ഒന്നുമില്ല, സംഭവം എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, പ്യുവർ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണോ ജെർമേനിയോ എടുക്കുക നിങ്ങൾ, എന്നിട്ട് അതിലേക്ക് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുക. എന്ത് ചേർക്കുക? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. എന്ത് കിട്ടും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. കുഴപ്പമില്ലല്ലോ. ഇനി ആരൊക്കെയാണ് ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി? ആരൊക്കെയാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി? 3 ആൾക്കാരാണ്: അർസെനിക്, ആന്റിമണി, ഫോസ്ഫറസ്. ഇവരുടെ പേരുകൾ മറക്കരുത്. ആരൊക്കെയാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അർസെനിക്, ആന്റിമണി, ഫോസ്ഫറസ്. ഓക്കെ, അർസെനിക്കിനെ AS എന്ന് കാണിക്കും, ആന്റിമണിനെ SB എന്ന് കാണിക്കും, ഫോസ്ഫറസിനെ P എന്ന് കാണിക്കും. ഓക്കെ, അങ്ങനെ പ്യുവർ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണോ ജെർമേനിയോ എടുത്തിട്ട് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർത്ത് കഴിഞ്ഞാൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ഇനി ആരൊക്കെയാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി? 3 ആൾക്കാരാണ്. ആരൊക്കെയാണ്?
ആരൊക്കെയാണ് മാർക്കണ്ട? ആർസെനിക്, ആന്റിമണി, ഫോസ്ഫറസ്. ഓക്കെ, ഇനി ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന്, ഈ എൻ എന്തിനെ കാണിക്കുന്നതാണെന്ന് അറിയോ മക്കളെ? നെഗറ്റീവ് എന്ന് കാണിക്കുന്നതാണ്. എൻ എന്തെന്ന് കാണിക്കുന്നതാണ്? നെഗറ്റീവ് എന്ന് കാണിക്കുന്നതാണ് എൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. അതായത് ഒരു സെമി കണ്ടക്ടറിൽ രണ്ടാൾക്കാരുണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാവും, ഹോൾസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൽ ഫ്രീ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ഹോളിന്റെ ചാർജ് അപ്പൊ എന്തായിരിക്കും? പോസിറ്റീവ്. ഏത് സെമി കണ്ടക്ടർ എടുത്താലും അതിൽ രണ്ടാൾക്കാരാണ് ഉണ്ടാവുക, ഇലക്ട്രോണുകളും ഫ്രീ ഇലക്ട്രോൺസും ഹോളുകളും. അതില് ഫ്രീ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ഹോളുകളുടെ ചാർജ് പോസിറ്റീവ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാനുള്ള ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ ഹോളുകളുടെ എണ്ണത്തേക്ക് കൂടുതൽ. അതായത് ഇലക്ട്രോൺസിന്റെ എണ്ണം ആയിരിക്കും ഇവിടെ എന്താ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? എങ്ങനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുക? അതായത് മറക്കണ്ട, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണോ ജെർമേനിയോ എടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചേർക്കുക? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുക. ആരൊക്കെയാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി? ആർസെനിക്, ആന്റിമണി, ഫോസ്ഫറസ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെന്റാവാലന്റ് എന്ത് കിട്ടും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താ? എൻ ടൈപ്പ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഈ സെമി കണ്ടക്ടറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം ഒരിക്കും ഹോളുകളെക്കാളും കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് അതാണ് എഴുതിക്കണ NE, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ്. ഓക്കെ, നിങ്ങളത് സെന്റൻസിലായാലും എഴുതിയാൽ മതി. ഓക്കെ, ഹോളുകളെക്കാളും ഇലക്ട്രോണിന്റെ എണ്ണം ആയിരിക്കും കൂടുതൽ. ഇലക്ട്രോൺ എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് ആ കണ്ടക്ടറിനെ എന്ത് വിളിക്കുന്നത്? എൻ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം നോക്കൂ. അടുത്തത് വാട്ട് ഈസ് പി ടൈപ്പ്? എൻ ടൈപ്പ് പഠിച്ച ഒരാൾക്ക് പി ടൈപ്പ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ശ്രദ്ധിച്ചോട്ടാ, എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നോക്കിക്കോട്ടാ. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഒബ്റ്റെയിൻഡ് വെൻ സിലിക്കൺ ഓർ ജെർമേനിയം ഈസ് ഡോപ്ഡ് വിത്ത് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി ലൈക്ക് ഇൻഡിയം, ബോറോൺ, അലുമിനിയം. ഓക്കെ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതായത് അവിടെ എങ്ങനെയായിരുന്നു? എൻ ടൈപ്പ് എങ്ങനെയായിരുന്നു? പ്യുവർ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണോ ജെർമേനിയോ എടുത്തിട്ട് അതിലേക്ക് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് അവിടെ ചേർത്തത്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള സിലിക്കണോ ജെർമേനിയോ എടുത്തിട്ട് അതിലേക്ക് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കണം. ഏത് ഇമ്പ്യൂരിറ്റിയാണ് ചേർക്കേണ്ടത്? ട്രൈവാലന്റ്. ഈ ട്രൈവാലന്റ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ? ഇവന്റെ കയ്യിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അവരുടെ വാലൻസി 3 ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ട്രൈവാലന്റ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് ഇതൊന്ന് കേട്ട് വെച്ചാൽ മതി കേട്ടാ. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക? പ്യുവർ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണോ ജെർമേനിയോ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചേർത്ത് വെച്ചാൽ മതി? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ഇനി ആരൊക്കെയാണ് ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി? ആരൊക്കെയാണ്? ഇൻഡിയം, ബോറോൺ, അലുമിനിയം. ആരൊക്കെയാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി? ഇൻഡിയം, ബോറോൺ, അലുമിനിയം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടെ നോക്കിയ പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പി എന്തിനെ കാണിക്കണായിരിക്കും ഇവിടെ മക്കളെ? പോസിറ്റീവ് എന്ന് കാണിക്കണതായിരിക്കും. പി എന്തിനെ കാണിക്കണായിരിക്കും? പോസിറ്റീവ് എന്ന് കാണിക്കണതായിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസും ഉണ്ട്, ഹോൾസും ഉണ്ട്. ആരുടെ ചാർജാ പോസിറ്റീവ്? ഹോൾസിന്റെ ചാർജാ പോസിറ്റീവ്. അപ്പൊ ഇവന് എന്തുകൊണ്ടായിരിക്കും പി ടൈപ്പ് എന്ന് പറയാൻ കാരണം? ഇവിടെ നേരെ തിരിച്ചാണ്. ഹോളുകളുടെ എണ്ണമായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവുക. അതായത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും മെജോറിറ്റി ചാർജും കേരിയറും. അതായത് മെജോറിറ്റി ചാർജും ആരായിരിക്കും? ഹോൾസിന്റെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ ഇതുവരെ കേട്ടത് നമുക്ക് ഒരുപാട് തിയറിയാണ് അല്ലെ. ഇത്രയും നാൾ നമ്മൾ പഠിച്ച ഫിസിക്സിലെ ഡെറിവേഷൻസോ അല്ലെങ്കിൽ ഇക്വേഷൻസോ പോലെ ഒന്നും അല്ല അല്ലെ. ഇതിൽ കംപ്ലീറ്റ് കുറെ തിയറിയാണ്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം ഇത് കേൾക്കുമ്പോൾ ഇത് എന്താണ് ഏതാണെന്ന് ഒരു കിളി പോയൊരു അവസ്ഥ ഉണ്ടാവും. ഇത് എന്ത് ചെയ്യുക? അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ഇത് പഠിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് വെക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇത് മൊത്തം എഴുതിയെടുക്കേണ്ട, കാരണം ഇതിന്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ഒരു നോട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അതായത് സിലിക്കണോ അല്ലെങ്കിൽ ജെർമേനിയോ എടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചേർക്കുക? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാൻ എളുപ്പമാണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക? അതായത് എന്തെങ്കിലും കിട്ടാത്തതിന് ഒന്നുകൂടെ വീഡിയോ റിവൈൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കുക.
ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കും. ഒരു ബുദ്ധിമുട്ടില്ല. ഇതിന് തിരിച്ചും മറിച്ചൊന്നും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനുകളൊന്നും വരാനില്ല. നേരെ ഈ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുള്ളൂ. യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാണ്, നോക്കിക്കോട്ടാ. അടുത്ത്, ഡ്രോ ദ എനർജി ബാൻഡ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ അറ്റ് ടി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ. ശ്രദ്ധിക്കണം കേട്ടാ, എനർജി ബാൻഡ് ഡയഗ്രാം വരക്കാൻ പോവാണ്. ആരുടേതാ? എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകളുടെ ആണ്. ഏത് ടെമ്പറേച്ചറിലുള്ളതാ? ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ. അതായത് 0 കെൽവിനേക്കാളും ടെമ്പറേച്ചർ കൂടിയിരിക്കുമ്പോൾ എന്ത് വരക്കാൻ പറഞ്ഞേക്കാണ് നമ്മളോട്? എനർജി ബാൻഡ് ഡയഗ്രാം വരക്കാൻ പറഞ്ഞേക്കാണ്. ആരുടേതാണ്? എൻ ടൈപ്പിന്റെ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താണെന്ന് അറിയോ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോട്ടാ. ഇവിടുത്തെ എനർജി ബാൻഡ് ഡയഗ്രാം വരക്കുമ്പോൾ ആക്സിസ് വരച്ച് എനർജി മാർക്ക് ചെയ്തു. അതേപോലെ താഴത്തെ എന്ത് വരക്കും? ബാലൻസ് ബാൻഡ് വരക്കും. അതേപോലെ തന്നെ മുകളിൽ എന്ത് വരക്കും? കണ്ടക്ഷൻ ബാൻഡ് വരക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള എനർജി ഗ്യാപ്പ് മാർക്ക് ചെയ്യും, EG എന്ന് മാർക്ക് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ ടൈപ്പ് ആവുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ, എൻ ടൈപ്പ് ആവുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം വേണം കൂടുതൽ കാണിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതേ നോക്കിക്കോട്ടാ, ബാലൻസ് ബാൻഡിലും ഞാൻ ഈ നീല കളറിലൊക്കെ വരക്കണത് ഇലക്ട്രോൺസ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോട്ടാ. ഓക്കെ, നീല കളറിൽ വരക്കണത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ബാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും എന്ത് വരച്ചു വെക്കുക? നിറയെ ഇലക്ട്രോൺസ് വരച്ചു വെക്കുക. അതേപോലെ തന്നെ പേരിന് മാത്രം എന്ത് വരക്കുക? ഹോളുകൾ മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, അതായത് എൻ ടൈപ്പ് അല്ലേ? എൻ ടൈപ്പ് എന്ന് അതിനെ വിളിക്കാനുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞത്? എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നാണ് അതിന്റെ അർത്ഥം. നെഗറ്റീവ് ആവുമ്പോൾ അവന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ആരാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ പടം വരക്കുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ബാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും നിറയെ ഇലക്ട്രോൺസ് വരച്ചു വെക്കണം. പേരിന് മാത്രം ഹോളുകൾ വരക്കണം. ഓക്കെ, കാരണം ഹോളുകളുടെ എണ്ണം അവിടെ വളരെ കുറവായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അടുത്തത് പി ടൈപ്പ്. പി ടൈപ്പിന്റെ പടം വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പി ടൈപ്പിന്റെ പടം വരക്കുമ്പോൾ, പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പടം വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ ബാലൻസ് ബാൻഡ് വരച്ചു. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ കണ്ടക്ഷൻ ബാൻഡ് വരച്ചു. ഓക്കെ, എനർജി ഗ്യാപ്പ് EG മാർക്ക് ചെയ്തു. പി ടൈപ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്താണ് വേണ്ടത്? ഹോളുകളുടെ എണ്ണമാണ് കൂടുതൽ വേണ്ടത് അല്ലെ? പി ടൈപ്പിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്താണ്? ഹോളുകളാണ്. അപ്പൊ ഇതിനെ പടം വരക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഇലക്ട്രോൺസ് വരക്കണം. ബാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും എന്തുണ്ട്? പേരിന് കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, പക്ഷെ കൂടുതലും എന്ത് വരക്കണം? ഹോളുകൾ കൂടുതലും വരക്കണം. ബാലൻസ് ബാൻഡിൽ കൂടുതലും ഈ കറുത്ത കളറിൽ വരച്ചിട്ട് ഹോൾസ് ആണ്. ഓക്കെ, അപ്പൊ കൂടുതലും എന്ത് വരച്ചിടണം? ഹോളുകളുടെ എണ്ണം കൂടുതലാക്കി വരച്ചിടുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ അവിടെ പഠിച്ച പോയിന്റ്, എൻ ടൈപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതലും, പി ടൈപ്പ് ആണെങ്കിൽ ഹോളുകളായിരിക്കും കൂടുതലും. ഓക്കെ, യെസ്. അത് കഴിഞ്ഞ് ഈ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷനാണ് ഹൗ എ PN ജംഗ്ഷൻ ഈസ് ഫോംഡ്. എങ്ങനെയാണ് ഒരു PN ജംഗ്ഷൻ ഉണ്ടാക്കുന്നത്? അപ്പൊ എന്താണ് PN ജംഗ്ഷൻ എന്നും എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നും നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോട്ടാ. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിക്കോട്ടാ. വായിച്ചു നോക്കിക്കോ, അത് കഴിഞ്ഞിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. ശ്രദ്ധിച്ചോട്ടാ. എന്താണ് ഒരു PN ജംഗ്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നാണ് പറയാൻ പോണത്. ഓക്കെ, ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും നമ്മൾ പഠിച്ചു. അപ്പൊ PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും എന്ത്? PN ജംഗ്ഷൻ. പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പഠിച്ചില്ലേ? അതിലൊരു കോമ്പിനേഷൻ ആണ് യഥാർത്ഥത്തിൽ എന്ത്? PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോട്ടാ. യെസ്, നോക്കിക്കോ. നമ്മളിപ്പോ ആ ചാപ്റ്ററിന്റെ ഏകദേശം ഒരു പകുതി ഭാഗം കഴിഞ്ഞു കേട്ടോ. നോക്കിക്കോട്ടാ. എ PN ജംഗ്ഷൻ can be formed by adding small quantity of pentavalent impurity to a p-type semiconductor or by adding small amount of trivalent impurity to an n-type semiconductor. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഈ ആദ്യത്തേത് പഠിച്ചാൽ മതി കേട്ടോ. ഒരെണ്ണം പഠിച്ചാൽ മതി, മറ്റേത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരെണ്ണം പഠിച്ചാൽ മതി. രണ്ട് തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. ഒരു PN ജംഗ്ഷൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് ശ്രദ്ധിച്ചോട്ടാ. ഇതെങ്ങനെയാണ് ഓരോന്നും ഉണ്ടാക്കുന്നതെന്നുള്ളത് പഠിച്ചു വെക്കണം. അതാണ് ഈ ചാപ്റ്ററിലുള്ള ഒരേ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ,
അത് 2 പ്രാവശ്യം വായിച്ച് ഒരു തവണ ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന സാധനമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കിക്കോ. അപ്പോ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ചാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ആ പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് എന്ത് ചേർക്കുക? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുക. എന്ത് ചേർക്കുക? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുക. അങ്ങനെ ആ ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നിങ്ങൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാക്കാൻ പറ്റും? ഈ പറയപ്പെടുന്ന പി എൻ ജംഗ്ഷൻ അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ മറക്കണ്ട, ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്താണ്? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുക, അതിലേക്ക് എന്ത് ചേർക്കുക? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുക. അത്രേ ഉള്ളൂ. അതാണ് പി എൻ ജംഗ്ഷൻ. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ഡിഫ്യൂഷൻ? ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് വരും. ഒന്നില്ലെങ്കിൽ ഡിഫ്യൂഷൻ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് എഴുതാൻ പറയും. എന്താണ് ഡിഫ്യൂഷൻ, എന്താണ് ഡ്രിഫ്റ്റ് എന്നുള്ള പറയാ, ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ എന്താണ് പി എൻ ജംഗ്ഷൻ എന്ന് മനസ്സിലായില്ല? എങ്ങനെയാ ഒരു പി എൻ ജംഗ്ഷൻ? പി എൻ ജംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറേയും കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പി എൻ ജംഗ്ഷൻ. ഇനി ഈ പി എൻ ജംഗ്ഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് എന്ത് ചേർക്കുക? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? പി എൻ ജംഗ്ഷൻ കിട്ടും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഡിഫ്യൂഷൻ കറന്റ്? എന്താണ് ഡിഫ്യൂഷൻ കറന്റ്? എന്താണ് ഡിഫ്യൂഷൻ എന്നും അല്ലെങ്കിൽ എന്താണ് ഡിഫ്യൂഷൻ കറന്റ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോട്ടാ, ദ ഹോൾസ് ഡിഫ്യൂസസ് ഫ്രം പി സൈഡ് ടു എൻ സൈഡ്. അതായത് ഇപ്പൊ നോക്കിയേ, ഒരു ശ്രദ്ധിച്ചോട്ടാ, പി എൻ. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. ഞാൻ ഇവിടെ പടമായിട്ട് അത് വരച്ച് കാണിച്ചു തരാം. ബോഡി നോക്കിക്കോ. The holes diffuses from P side to N side. P സൈഡിൽ നിന്ന് ഹോളുകൾ എൻ സൈഡിലേക്ക് പോകും. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ഡിഫ്യൂസസ് ഫ്രം എൻ സൈഡ് ടു പി സൈഡ്. എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് എവിടെ പോകും? പി സൈഡിലേക്ക് പോകും. ഓക്കെ. ദിസ് മോഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ഗിവ് റൈസ് ടു ഡിഫ്യൂഷൻ കറന്റ് അക്രോസ് ദ ജംഗ്ഷൻ. ശ്രദ്ധിച്ചോട്ടെ, അതായത് സംഭവം ഒന്നുമില്ല. ഞാൻ നേരത്തെ തൊട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ, നേരത്തെ തൊട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണ്ടായി. അതായത് ഏതൊരു സെമി കണ്ടക്ടർ എടുത്താലും അവിടെ എന്തുണ്ടാവും? ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാവും, ഹോളുകളും ഉണ്ടാവും, അല്ലേ? എന്തൊക്കെ ഉണ്ടാവും? ഫ്രീ ഇലക്ട്രോണുകളും ഉണ്ടാവും, ഹോളുകളും ഉണ്ടാവും. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒന്നുമല്ല, അതായത് ഒരു പി എൻ ജംഗ്ഷനില പി സൈഡിൽ നിന്ന് ഹോളുകൾ, ഈ കറുത്ത കളറിൽ ഞാൻ വരച്ചിട്ടേക്കുന്നത് എന്താണ്? ഈ വട്ടം ഹോളുകളാണ്. പി സൈഡിൽ നിന്ന് ഹോളുകൾ എവിടേക്ക് പോവും? എൻ സൈഡിലേക്ക് പോവും. അതേപോലെ തന്നെ എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോണുകൾ എവിടേക്ക് വരും? പി സൈഡിലേക്ക് വരും. ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ. മറക്കരുത് കേട്ടോ, ഈ ഒരു മൂവ്മെന്റിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയാ. അതുവഴി ഉണ്ടാവുന്ന കറന്റിനെയാണ് എന്തെന്ന് പറയാ? ഡിഫ്യൂഷൻ കറന്റ് എന്ന് പറയാം. എന്തെന്ന് പറയാ? ഡിഫ്യൂഷൻ കറന്റ്. അപ്പൊ എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പി എൻ ജംഗ്ഷനില്ല പി സൈഡിൽ നിന്ന് ഹോളുകൾ എൻ സൈഡിലേക്ക് പോകും. അതേപോലെ തന്നെ എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോണുകൾ എവിടേക്ക് വരും? പി സൈഡിലേക്ക് വരും. അങ്ങനെയുള്ള ഈ ഒരു മൂവ്മെന്റിനെയാണ് എന്തെന്ന് പറയാ? ഡിഫ്യൂഷൻ എന്ന് പറയാ. അതുവഴി ഉണ്ടാവുന്ന കറന്റിനെയാണ് എന്തെന്ന് പറയാ? ഡിഫ്യൂഷൻ കറന്റ് എന്ന് പറയാം. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എടാ നോക്കിയേ, പി സൈഡ് പോസിറ്റീവ് എന്നല്ല അതിന്റെ അർത്ഥം, അല്ലെ? പി സൈഡിലെ മെജോറിറ്റി ആരായിരിക്കും? പിയിലെ മെജോറിറ്റി ആരായിരിക്കും? പോസിറ്റീവ് ആയിട്ടുള്ള ആളാരാ? ഹോളുകളല്ലേ. അപ്പൊ പിയിലെ മെജോറിറ്റി ഹോളുകളാണ്. എന്നിലെ മെജോറിറ്റി ആരാ? ഇലക്ട്രോണുകളാണ്. അപ്പോ പിയിലെ മെജോറിറ്റി ആയിട്ടുള്ള ഹോളുകൾ എന്നിലേക്ക് പോകും, എന്നിലെ മെജോറിറ്റി ആയിട്ടുള്ള ഇലക്ട്രോണുകൾ പി സൈഡിലേക്ക് വരും. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മൂവ്മെന്റ് ഓഫ് മെജോറിറ്റി ചാർജസ്, അല്ലെ? മെജോറിറ്റി, രണ്ട് സൈഡിലും മെജോറിറ്റി ഉണ്ടായിരുന്ന ചാർജുകളുടെ മൂവ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. എന്തെന്ന് പഠിച്ചാൽ മതി? എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി സൈഡിൽ നിന്ന് ഹോളുകൾ എവിടേക്ക് പോകും എന്ന് പറയണം? എൻ സൈഡിലേക്ക് പോകും. എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് എവിടേക്ക് പോകും എന്ന് പറയണം? പി സൈഡിലേക്ക് പോകും. ഈ മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ. അങ്ങനെ ഉണ്ടാകുന്ന കറന്റിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ കറന്റ്. കുഴപ്പമില്ലല്ലോ? ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയും കൂടെയും പറയാ, മെജോറിറ്റി ചാർജുകളുടെ മൂവ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ? പി എന്ന് പറഞ്ഞാൽ പി സൈഡ് എന്ന് പറയാൻ കാരണം എന്താ? കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള ഹോളുകളാണ് ഉണ്ടാവുക. അപ്പൊ പിയിലെ മെജോറിറ്റി ആയിട്ടുള്ളവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് മെജോറിറ്റി ചാർജുകളുടെ മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചോട്ടാ. യെസ്. ഇനി
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രിഫ്റ്റ് ആണ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കേണ്ടാവാം? ഇവിടെ ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ചാർജുകളുടെ മൂവ്മെന്റ് ആണെങ്കിൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഷൻ ഓഫ് മൈനോറിറ്റി ചാർജ് കേരിയേഴ്സ്, അതായത് മൈനോറിറ്റി ചാർജുകളുടെ മൂവ്മെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ എക്സാമിന് എഴുതണത്? എങ്ങനെ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇതേപോലെ ഒരു ചെറിയൊരു പടം വരച്ചിട്ട് നമുക്കത് എങ്ങനെ കാണിക്കാം? ശ്രദ്ധിച്ചോ. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പിയിൽ നിന്ന് ഹോളുകളാണ് പോയതെങ്കിൽ, ഡിഫ്യൂഷൻ നടന്നപ്പോൾ പിയിൽ നിന്ന് പോയത് ആരാണ്? ഹോളുകളാണ്. പക്ഷേ ഡ്രിഫ്റ്റ് നടക്കുമ്പോൾ പിയിൽ നിന്ന് പോകുന്ന ആൾക്കാരായിരിക്കും ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഡിഫ്യൂഷൻ നടന്ന സമയത്ത് എന്നിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. പക്ഷേ ഡ്രിഫ്റ്റ് നടക്കുമ്പോൾ എന്നിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും ഹോളായിരിക്കും. ഓക്കെ, ഒന്നുമില്ല, നേരെ ഇതിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഡിഫ്യൂഷൻ നടന്നപ്പോൾ പിയിൽ നിന്ന് പോയത് ഹോളുകളാണെങ്കിൽ ഡ്രിഫ്റ്റ് നടക്കുമ്പോൾ പിയിൽ നിന്ന് പോകുന്ന ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. അത് മാത്രം ഒന്ന് ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ പറയാം, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മെജോറിറ്റി ചാർജസ് അക്രോസ് ദ പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മെജോറിറ്റി ചാർജുകളുടെ മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ്, മൈനോറിറ്റി ചാർജുകളുടെ മൂവ്മെന്റ് ആണ്. അത്രയും എഴുതിയാൽ മതി, അത്രയും മതി. എന്നിട്ട് ഇതൊന്ന് വരച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അത് വരച്ചു വെക്കാം. ഓക്കെ, യെസ്. അടുത്തത്, വാട്ട് ഈസ് ഡിപ്ലീഷൻ റീജിയൻ? എന്താണ് ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് പറയാൻ പോണേ. ശ്രദ്ധിച്ചോട്ടാ, ഡിപ്ലീഷൻ റീജിയൻ. ഇനി മക്കളെ ഒരു 3-4 സ്ലൈഡും കൂടി ഉള്ളൂ, ഈ ചാപ്റ്റർ തീരാൻ പോവുകയാണ്. നോക്കിക്കോട്ടാ. വാട്ട് ഈസ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ? എന്താണ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടാ, ദ സ്പേസ് ചാർജ് റീജിയൻ ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദ ജംഗ്ഷൻ ടുഗദർ ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ. The depletion region consists of immobile iron cores and no free electrons or holes. This is responsible for just a potential barrier. ഇതിൽ ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. നോക്കിക്കോട്ടാ, ഇതാണ് നമ്മുടെ ഒരു പി എൻ ജംഗ്ഷൻ എന്ന് വിചാരിക്കുക. അതായത് പി ടൈപ്പും ഉണ്ടാവും, എൻ ടൈപ്പും ഉണ്ടാവും. രണ്ടിന്റെ ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയാ? പി എൻ ജംഗ്ഷൻ എന്ന് പറയാം. ഈ പി എൻ ജംഗ്ഷന്റെ ഇടയിലായിട്ട് എന്ത് കാണാൻ പറ്റും? നമുക്ക് ചാർജുകൾ അടങ്ങിയിരിക്കുന്ന ഒരു റീജിയൻ. ഇവിടെയാണെങ്കിൽ പിയുടെ അടുത്താണെങ്കിൽ നെഗറ്റീവ് ചാർജും എന്നിന്റെ അടുത്ത് പോസിറ്റീവ് ചാർജുകളുമാണ് ഉണ്ടാവുക. ഓക്കെ, യെസ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഡീറ്റെയിൽസിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഓക്കെ, കാരണം അത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഇത്ര ആലോചിക്കാം. പിയുടെ സൈഡിലുള്ളത് നെഗറ്റീവ് ചാർജ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ളവരാണ്. എന്നിന്റെ സൈഡിൽ പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ പി എൻ ജംഗ്ഷന്റെ നടുക്കായിട്ട് ചാർജുകൾ അടങ്ങിയിരിക്കുന്ന, ചാർജുകൾ കാണുന്ന ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ. അപ്പൊ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾ അതിൽ എഴുതണം? അതായത് ദ സ്പേസ് ചാർജ് റീജിയൻ ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദ ജംഗ്ഷൻ. അതായത് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്റെ എന്നിന്റെ നടുക്കുള്ള ഭാഗമാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ജംഗ്ഷന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാണുന്ന ചാർജ് ഉള്ള ആ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. അത്രയും മതി, അത്രയും പഠിച്ചാൽ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഓക്കെ, യെസ്. എന്താണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? ദ സ്പേസ് ചാർജ് റീജിയൻ ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദ ജംഗ്ഷൻ ഈസ് ടുഗദർ നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, അതായത് പി ജംഗ്ഷന്റെയും അതായത് പിന്റെയും എന്നിന്റെയും നടുക്കുള്ള ജംഗ്ഷൻ ഇല്ലേ, ആ ജംഗ്ഷന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് ചാർജുകൾ കാണുന്ന ആ ഒരു ഭാഗം, ഈ ചാർജുകൾ കാണുന്ന ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ പി എൻ ജംഗ്ഷന്റെ നടുക്കായിട്ട് കുറച്ച് ചാർജുകൾ കാണാൻ പറ്റും. ആ ചാർജുകൾ കാണുന്ന ഭാഗത്തെയാണ് ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. അത്രയും പഠിച്ചാൽ മതി. അതില് അടുത്തത് ബാരിയർ പൊട്ടൻഷ്യൽ. ശ്രദ്ധിച്ചോട്ടാ. ഓക്കെ, ഇതില് ശ്രദ്ധിച്ചോ, ദ ലോസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം എൻ റീജിയൻ ആൻഡ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ പി റീജിയൻ causes a difference of potential across the junction of two regions. Since this potential tends to prevent the movement of electron from the n region into p region, it is called a barrier potential. ഞാൻ സിമ്പിൾ ആയിട്ട് ഇത് എഴുതി തരാം, ശ്രദ്ധിച്ചോട്ടാ. ബാരിയർ പൊട്ടൻഷ്യലിനെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ആ ഡെഫിനേഷൻ പഠിച്ചാൽ മതി, ഇത് പഠിക്കണ്ട ട്ടാ. ഞാൻ ഈ എഴുതി തരുന്ന ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചോട്ടാ. ഓക്കെ, ശ്രദ്ധിച്ചോ. Due to diffusion,
a potential is developed between the junction which prevents further movement of charges. Yes. ശ്രദ്ധിച്ചോ, എന്താണ് ഞാൻ പറഞ്ഞത്? ശ്രദ്ധിച്ചോട്ടാ. ഡ്യൂ ടു ഡിഫ്യൂഷൻ എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്നാണ് പറയാൻ പോണത്. ശ്രദ്ധിച്ചോട്ടാ. ഡ്യൂ ടു ഡിഫ്യൂഷൻ നടക്കുന്നത് കാരണം, നമ്മൾ നേരത്തെ എന്താണ് ഡിഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കാണാം. ഡിഫ്യൂഷൻ നടക്കുന്നത് കാരണം ഈ പി എൻ ജംഗ്ഷന്റെ ഇടയിലായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഡിഫ്യൂഷൻ നടക്കുന്നത് കാരണം പി എൻ ജംഗ്ഷന്റെ ഇടയിലായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഈ പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ പിന്നീടുള്ള ചാർജുകളുടെ മൂവ്മെന്റിനെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും, തടയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കും ബാരിയർ പൊട്ടൻഷ്യൽ. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പി എൻ ജംഗ്ഷൻ ഓർമ്മയിലെ, പി എൻ ജംഗ്ഷൻ രണ്ടും കൂടെയും ചേരുന്ന ആ ഒരു ഭാഗം, ഈ ഒരു പി എൻ ജംഗ്ഷനിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ, ഡിഫ്യൂഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടല്ല? എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? മെജോറിറ്റി ചാർജുകളുടെ മൂവ്മെന്റ് ആണ്. അതായത് പി സൈഡിൽ നിന്ന് ഹോളുകൾ എൻ സൈഡിലേക്ക് പോകും, എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോണുകൾ പി സൈഡിലേക്ക് പോകും. ഈ ഒരു മൂവ്മെന്റ്, അതായത് പി എൻ ജംഗ്ഷനിൽ രണ്ട് മൂവ്മെന്റ് ആണ് ഉണ്ടാവുക. ഡിഫ്യൂഷനും നടക്കും, ഡ്രിഫ്റ്റ് നടക്കും. അതിൽ ഡിഫ്യൂഷൻ കാരണം, ശ്രദ്ധിക്കട്ടാ, ഡിഫ്യൂഷൻ നടക്കുന്നത് കാരണം ഈ രണ്ട് ജംഗ്ഷന്റെ ഇടയിലായിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും? ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഈ വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതായത് ഡിഫ്യൂഷൻ കാരണം രണ്ടിന്റെ ഇടയിലുള്ള ജംഗ്ഷനിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. എന്ത് ഡെവലപ്പ് ചെയ്യും മക്കളെ? പറഞ്ഞേ, പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്താണ്? പിന്നീടുള്ള ചാർജുകളുടെ മൂവ്മെന്റിനെ എന്ത് ചെയ്യും? തടയും. പിന്നീട് ചാർജുകളെ മൂവ് ചെയ്യാനായിട്ട് ഈ പൊട്ടൻഷ്യൽ സമ്മതിക്കൂല. ഓക്കെ, അതുകൊണ്ട് അതിനപ്പം നമ്മൾ പറയും ബാരിയർ പൊട്ടൻഷ്യൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനം ജർമേനിയത്തിന്റെ, ശ്രദ്ധിച്ചോട്ടാ, ജർമേനിയത്തിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0.2 വോൾട്ട് ആണ്. അതേപോലെ സിലിക്കന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0.7 വോൾട്ട് ആണ്. ഇത് വൺ വേർഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് വരാറുണ്ട്. അത്ര ഓർത്താൽ മതി. അപ്പൊ എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊന്ന് പറഞ്ഞു തന്നെ, എൻ്റെ ഒരു സമാധാനത്തിന് ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. എന്താ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പി എൻ ജംഗ്ഷന്റെ നടുക്ക് അല്ലെ, അല്ലെങ്കിൽ ഒരു പി എൻ ജംഗ്ഷനിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും അല്ലെ, ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. എന്ത് കാരണമാണ്? ഡിഫ്യൂഷൻ നടന്നത് കാരണം. ഓക്കെ, ഈ പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്താണ്? അത് ചാർജുകളുടെ മൂവ്മെന്റിനെ എന്ത് ചെയ്യും? തടയും. ഓക്കെ, അതുകൊണ്ട് ആ പൊട്ടൻഷ്യൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. അതിൽ ജർമേനിയത്തിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ 0.2 വോൾട്ട്, സിലിക്കന്റെ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ട്. അടുത്തത്, ഡ്രോ ദ സിംബൽ ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പിൾ വരക്കാൻ. ശ്രദ്ധിച്ചോട്ടാ, ഇങ്ങനെയാണ് വരക്കേണ്ടത്. ശ്രദ്ധിച്ചോട്ടാ, അതെ, ഇതാണ് എന്ത്? പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പിൾ. അപ്പൊ ഈ ഒരു സിമ്പിൾ തന്നിട്ട് ഇത് ഏതാണ് സാധനം അല്ലെങ്കിൽ എന്താണ് ഡിവൈസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ മറക്കരുത്. ഇത് എന്തിന്റെ സിമ്പിളാണ്? പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പിളാണ്. ഡയോഡിന്റെ സിമ്പിളാണ്. ഡയോഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? സംഭവം ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ടിനെ കടത്തിവിടുന്ന ആൾക്കാരാണ് ആര്? ഡയോഡ്. ഓക്കെ, അപ്പൊ ഈ പി എൻ ജംഗ്ഷൻ വെച്ചുണ്ടാക്കിയ ഒരു ഡയോഡാണ് എന്ത്? പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, ആ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പിൾ വരക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരക്കേണ്ടത്. അതിൽ ഈ സൈഡാണ് പി സൈഡ്, ഈ സൈഡ് എൻ സൈഡ് എന്ന് വിളിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ, സിമ്പിൾ വരക്കാൻ പഠിച്ചു. അടുത്തത് ശ്രദ്ധിച്ചോട്ടാ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാൻ, നമ്മൾ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കടക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടാ. യെസ്, നോക്കിക്കോ. വാട്ട് ഈസ് ഫോർവേഡ് ബയാസിംഗ് ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ്? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിലെ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇവിടെ വരക്കാൻ പോകുന്ന ഈ ഒരു പടം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ശ്രദ്ധിച്ചോട്ടാ, ഇപ്പൊ തന്നെ ഞാൻ അവിടെ തൊട്ട് മുമ്പ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പിൾ വരച്ചു. ആ സിമ്പിളിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഈ സൈഡിനെ പി സൈഡ് എന്ന് പറയും, ഈ സൈഡിനെ എൻ സൈഡ് എന്ന് പറയും. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ശ്രദ്ധിക്കണം കേട്ടാ, ഈ പി എൻ ജംഗ്ഷൻ ഡയോഡില പി സൈഡിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ്,
ശ്രദ്ധിച്ചാടാ മക്കളെ, ഇത് ഓക്കെ. ഇത് ഏത് സൈഡാ? ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് അല്ലേ? ഇത് ഏത് സൈഡാ? നെഗറ്റീവ് സൈഡ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതൊരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പി സൈഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്കും അതേപോലെ തന്നെ എൻ സൈഡിന് ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോർവേഡ് ബയാസിങ്. എന്തെന്നാ വിളിക്കുക? ഫോർവേഡ് ബയാസിങ്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരൊറ്റ പടം നോക്കി വെച്ചാൽ മതി കേട്ടോ. ഈ ഒരൊറ്റ പടം നോക്കി വെച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് നോക്കണ്ട, ഈ ഒരു പടം മാത്രം വരച്ചു വെച്ചാൽ മതി. വരച്ചിട്ട് ഇതൊന്ന് എഴുതി വെക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. If the P side of the diode is connected to the positive terminal and the N side to the negative terminal of the battery, it is said to be forward biased. ആ കണക്ഷനെയാണ് ഫോർവേഡ് ബയാസ് എന്നൊക്കെ പറയാം. ഫോർവേഡ് ബയസ് കണക്ഷൻ എന്നാണ് അതിനെ പറയാം. മറക്കണ്ട, ഇവിടെ തൊട്ടു മുമ്പ് നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പടം പഠിച്ചിട്ടുണ്ടായി അല്ലേ? സിമ്പിൾ പഠിച്ചിട്ടുണ്ടായി. ആ പി എൻ ജംഗ്ഷൻ ഡയോഡിലെ പി സൈഡിന്, ഡയോഡിന്റെ പി സൈഡിന് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും എൻ സൈഡിന് നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസ്. അടുത്ത്, റൈറ്റ് ദ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് ബയസ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഫോർവേഡ് ബയസ് കണക്ഷന്റെ പ്രത്യേകത, രണ്ട് ടൈപ്പ് ബയസ് നമുക്ക് പഠിക്കേണ്ടത്. അതായത് രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇത് ഏത് കണക്ഷനാണ്? ഫോർവേഡ് ബയസ് കണക്ഷൻ ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇതേപോലെ അടുത്ത നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കും? റിവേഴ്സ് ബയാസിങ് എന്താണെന്ന് പഠിക്കും. റിവേഴ്സ് ബയാസിങ് എന്താണെന്ന് പഠിക്കും. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഫോർവേഡ് ബയാസിങ്ങിന്റെ കുറച്ച് പ്രത്യേകതകളാണ്. ഓക്കെ, ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞാൽ അതൊരു കണക്ഷനാണ്, ഡയോഡിനെ കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ? പി സൈഡിനെ പോസിറ്റീവ് ടെർമിനലിലേക്കും എൻ സൈഡിനെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷനെയാണ് ഫോർവേഡ് ബയാസിങ് എന്ന് പറയാം. ആ ഫോർവേഡ് ബയാസിങ്ങിന്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയാൻ പോണേ. ഈ പ്രത്യേകതകൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോട്ടാ. നമ്മൾ ഒരു ഡയോഡിനെ ഫോർവേഡ് ബയസ് കണക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് decreases and barrier height is reduced. Okay, അതായത് നമുക്കൊരു ഡയോഡ്, നേരത്തെ നമ്മൾ പഠിച്ച സാധനം, ഡയോഡിനെ രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക? ഫോർവേഡ് ബയസ് കണക്ഷനിലും കണക്ട് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ബയസ് കണക്ഷനിലും കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഫോർവേഡ് ബയസ് കണക്ഷനിൽ കണക്ട് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പി എൻ ജംഗ്ഷന്റെ ഇടയിലുള്ള റീജിയൺ ഇല്ലേ, ഈ റീജിയൺ നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ? അവിടെ എന്താ പറഞ്ഞത്? അതിന് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ എന്നൊക്കെ പറഞ്ഞില്ലേ? ഫോർവേഡ് ബയസ് കണക്ഷന്റെ പ്രത്യേകത, ഫോർവേഡ് ബയസ് കണക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പിന്റെയും എന്നിന്റെയും ഇടയിലുള്ള ഡിപ്ലീഷൻ ലെയറിന്റെ വീതി എന്റെയും കുറയും. ഓക്കെ, അത് മാത്രമല്ല ബാരിയർ ഹൈറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ഇവരുടെ ഇടയിലുള്ള തടസ്സം എന്റെയും കുറയും. ഓക്കെ, ചാർജുകൾക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള തടസ്സവും കുറയും. അപ്പൊ ഫോർവേഡ് ഒന്ന് പറഞ്ഞിടാം മക്കളെ, എന്താണ് ഫോർവേഡ് ബയസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പി സൈഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക, എൻ സൈഡ് നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്താൽ ഈ കണക്ഷനെ പറയുന്ന പേര് ഫോർവേഡ് ബയസ് കണക്ഷൻ. ഇനി അതിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താ? ആ കണക്ഷന്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ പ്രത്യേകത, ഇങ്ങനെ കണക്ട് ചെയ്താൽ പി എൻ ജംഗ്ഷന്റെ ഇടയിലുള്ള ഡിപ്ലീഷൻ ലെയർ ഇല്ലേ, ഈ ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വീതി കുറയും. ഡിപ്ലീഷൻ ലെയറിന്റെ വീതി കുറയും. അതുവഴി ചാർജുകൾക്ക് പോകാനുള്ള ബാരിയർ അഥവാ തടസ്സവും കുറയും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താ? എഫക്റ്റീവ് ബാരിയർ ഹൈറ്റ് ഈസ് V0 - V. ഇനി അവിടുത്തെ ആ ഒരു തടസ്സം അഥവാ ബാരിയർ ഹൈറ്റ്, ചാർജുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള തടസ്സത്തെയാണ് ബാരിയർ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. അവിടുത്തെ ബാരിയർ ഹൈറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ V0 - V. എന്താണ് ഇക്വേഷൻ? V0 - V. അടുത്തത്, the motion of majority carriers on either side give rise to diffusion. correct. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ മൂന്നാമത്തെ പോയിന്റിന് നോക്കി ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് ഇങ്ങനെ പഠിച്ചാൽ മതി. ഡിഫ്യൂഷൻ കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഡിഫ്യൂഷൻ കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ലാസ്റ്റത്തെ പോയിന്റ് ആയിട്ട് എന്ത് പഠിക്കാം? ദിസ് കറന്റ് ഈസ് യൂഷ്വലി ഇൻ MA എന്ന് പറഞ്ഞാൽ എന്താ? മില്ലി ആംബിയർ. അതായത്
ഈ കറണ്ട് ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും, ആ കറണ്ട് മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? മില്ലി ആംബിയറിലാണ്. അപ്പൊ ഇതിന്റെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് പഠിക്കണം? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഫോർവേഡ് ബയസ് കണക്ഷൻ ചെയ്യുമ്പോൾ ഈ കണക്ഷൻ ചെയ്താലുള്ള ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്, ഇതിന്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത ഞാനിവിടെ പറഞ്ഞു, അതായത് പിന്റെയും എന്നിന്റെ ഇടയിലുള്ള ഡിപ്ലീഷൻ ലെയറിലെ ഈ നടുക്കുള്ള ഈ ഒരു ഭാഗം, ആ ഡിപ്ലീഷൻ ലെയറിന്റെ വീതിന്റെയും കുറയും, അതുവഴി അവരുടെ ഇടയിലുള്ള തടസ്സം കുറയും. ഫസ്റ്റ് പോയിന്റ് കിട്ടിയ ഓക്കെ. ഫോർവേഡ് ബയസ് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പി ഐ ജംഗ്ഷന്റെ എൻ ജംഗ്ഷന്റെ ഇടയിലുള്ള ഡിപ്ലീഷൻ ലെയറിന്റെ വീതി കുറയും, അതുവഴി ഇവരുടെ ഇടയിൽ ചാർജുകൾക്ക് പോകാനുള്ള തടസ്സം കുറഞ്ഞു കിട്ടും. ഇനി ആ ബാരിയർ അഥവാ തടസ്സം കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം, അതാണ് രണ്ടാമത്തെ പോയിന്റ്, V0 - V. ഓക്കെ, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, വേറെ അതിന്റെ പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല കേട്ടോ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഫോർവേഡ് ബയസ് കണക്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിഫ്യൂഷൻ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഡിഫ്യൂഷൻ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താ? ആ കറന്റ് മെഷർ ചെയ്യുന്നത് മില്ലി ആംബിയറിലായിരിക്കും. എന്തിലായിരിക്കും മെഷർ ചെയ്യുക? കറന്റ് മില്ലി ആംബിയറിലായിരിക്കും ഈ ഡിഫ്യൂഷൻ കറന്റ് നമ്മൾ മെഷർ ചെയ്യുക. ഈ പോയിന്റുകൾ മാത്രം കൊടുത്താൽ വെച്ചാൽ മതി. ഒന്നുകൂടെ പഠിക്കാനായിട്ട് അത് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുക, എന്നിട്ട് ഈ 4 പോയിന്റുകൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിവേഴ്സ് ബയസ് കണക്ഷൻ. അപ്പൊ എങ്ങനെയായിരിക്കും റിവേഴ്സ് ബയസ് കണക്ഷൻ ചെയ്യേണ്ടാവുക? ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മുടെ ഡയോഡ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചോട്ടാ, ശ്രദ്ധിച്ചേ. ഇത് ഡയോഡിന്റെ പി സൈഡ്, ഇത് ഡയോഡിന്റെ എൻ സൈഡ്. ഇത് ബാറ്ററിയുടെ ഏത് സൈഡാ? നെഗറ്റീവ് ടെർമിനൽ. ഇത് ഏത് സൈഡാ? പോസിറ്റീവ് ടെർമിനൽ. എന്താ വ്യത്യാസം? ഇവിടെ എങ്ങനെയായിരുന്നു? പി സൈഡിനെ, ഡയോഡിന്റെ പി സൈഡിനെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തത്. പക്ഷേ റിവേഴ്സ് ബയസ് കണക്ഷൻ ആവുമ്പോൾ എങ്ങനെയാ? റിവേഴ്സ് ബയസിങ് എങ്ങനെയാ ചെയ്യാം? നേരെ തിരിച്ചാലോചിക്കാം. എങ്ങനെയാണ്? ഡയോഡിന്റെ പി സൈഡ് എന്തും കണക്ട് ചെയ്യും? നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. എന്തും കണക്ട് ചെയ്യും? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. അതേപോലെ തന്നെ ഡയോഡിന്റെ എൻ സൈഡ് ബാറ്ററിയുടെ ഏത് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും? പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. ഈ കണക്ഷനെയാണ് എന്തെന്ന് പറയാ? റിവേഴ്സ് ബയസ് കണക്ഷൻ എന്ന് പറയാം. അത് നിങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതുക, എന്നിട്ട് ഈ പടം വരച്ചു വെക്കാം. എങ്ങനെ നമുക്ക് സെന്റൻസ് ആയിട്ട് പറയാം? ദ പി സൈഡ് ഓഫ് ദ ഡയോഡ് ഈസ് കണക്റ്റഡ് ടു ദ negative terminal of the battery and the n side of the diode is connected to the positive terminal of the battery. This connection is called reverse biasing അല്ലെങ്കിൽ reverse bias connection. ആ ചോദ്യം കഴിഞ്ഞു. അടുത്തത് ഇനി അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. നേരത്തെ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എങ്ങനെയായിരുന്നു? ഫോർവേഡ് ബയസ് കണക്ഷനിൽ നടുക്കുള്ള ഡിപ്ലീഷൻ ലെയറിന്റെ വീതി കുറയല്ലേ ചെയ്തത്. അപ്പൊ ഇപ്പുറത്ത് എന്തായിരിക്കും? ഇപ്പുറത്തെ റിവേഴ്സ് ബയസ് കണക്ഷൻ എങ്ങനെയായിരിക്കും? ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? ഇൻക്രീസസ്, കൂടും. അതേപോലെ തന്നെ ബാരിയർ ഹൈറ്റും എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇനി ഇപ്പുറത്ത് നോക്കിയേ. ഇവിടെ ഫോർവേഡ് ബയസ് കണക്ഷനിൽ ബാരിയർ ഹൈറ്റ് അല്ലെങ്കിൽ തടസ്സം, അവിടെ ചാർജുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള തടസ്സം കാണാനായിട്ടുള്ള ഇക്വേഷൻ V0 - V ആണെങ്കിൽ, റിവേഴ്സ് ബയസ് കണക്ഷനിൽ ബാരിയർ ഹൈറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാവും V0 + V. ഇതാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് മുമ്പത്തെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം അടുത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ മൂന്നാമത്തെ പോയിന്റ് ഞാൻ തരുന്നത് പഠിച്ചാൽ മതി. അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മറ്റൊടുത്ത് ശ്രദ്ധിച്ചേ, ഇവിടെ ഫോർവേഡ് ബയസ് കണക്ഷനിൽ ഡിഫ്യൂഷൻ കറന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, റിവേഴ്സ് ബയസ് കണക്ഷനിൽ എന്ത് കറന്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ഡ്രിഫ്റ്റ് കറന്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ഡ്രിഫ്റ്റ് കറന്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. കഴിഞ്ഞു. ഓക്കെ, ഡ്രിഫ്റ്റ് കറന്റ് കേട്ടോ, ഡ്രിഫ്റ്റ് കറന്റ്. ഡ്രിഫ്റ്റ് കറന്റ് പ്രൊഡ്യൂസസ്. ഓക്കെ, ഇപ്പുറത്ത് ഫോർവേഡ് ബയസ് കണക്ഷനിൽ ഡിഫ്യൂഷൻ കറന്റ് ആണെങ്കിൽ, ഇപ്പുറത്ത് റിവേഴ്സ് ബയസ് കണക്ഷനിൽ എന്ത് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുക? ഡ്രിഫ്റ്റ് കറന്റ് എന്ന് പറയുന്ന കറന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇത് മെഷർ ചെയ്യുന്നത് മൈക്രോ ആംബിയർ, അതായത് മ്യൂ എ മൈക്രോ ആംബിയറിലായിരിക്കും അത് ഈ കറന്റ് മെഷർ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞേ, 4 ഫീച്ചേഴ്സ്. ഡിപ്ലീഷൻ ലെയറിന്റെ വീതി കൂടും. നിങ്ങൾ ഫോർവേഡ് പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഡിപ്ലീഷൻ ലെയറിന്റെ വീതി കൂടും, അതുകൊണ്ട് അവരുടെയുള്ള തടസ്സം കൂടും. തടസ്സത്തിന്റെ ഇക്വേഷൻ എന്താണ്? V0 + V ആണ്. അതേപോലെ തന്നെ ഇവിടെ ഡ്രിഫ്റ്റ് കറന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് മെഷർ ചെയ്യുന്നത് മൈക്രോ ആംബിയറിലാണ്. ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ചോട്ടാ. അടുത്തത് ഈ ഒരു ഗ്രാഫും അതേപോലെ തന്നെ 2 വോൾട്ടേജുകൾ തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസും, അതേപോലെ ലാസ്റ്റ് റെക്ടിഫയർ എന്നുള്ള ഒരു ടോപ്പിക്കോട് കൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ആദ്യം ഡ്രോ ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിലിക്കൺ ഡയോഡ് ആൻഡ് മാർക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, അതായത് നമ്മളോട് പറയുകയാണ്
എന്ത് ചെയ്യാൻ ഒരു വി ഐ ഗ്രാഫ് വരക്കുക. ആരുടെ? സിലിക്കൺ ഡയോഡിന്റെ ഒരു വി ഐ ഗ്രാഫ്. സിലിക്കൺ ഡയോഡിന്റെ ഒരു വി ഐ ഗ്രാഫ് വരച്ചിട്ട് അതിൽ ത്രെഷോൾഡ് വോൾട്ടേജും ബ്രേക്ക് ഡൗൺ വോൾട്ടേജും മാർക്ക് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് വരക്കുക? വി ഐ ഗ്രാഫ് ആണ്. അപ്പൊ വോൾട്ടേജും കറന്റും വെച്ചിട്ട് വേണം ഗ്രാഫ് വരക്കാനായിട്ട്. അപ്പൊ ഇവിടെയും വോൾട്ടേജ് മാർക്ക് ചെയ്യുക, ഈ ആക്സിസിൽ കറന്റ് മാർക്ക് ചെയ്യുക. കുഴപ്പമില്ലല്ലോ. ഇനി ആ ഗ്രാഫ് വരക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചോട്ടാ. വി ഐ ഗ്രാഫ് ആണ് വരക്കാൻ പോണേ. ആരുടെ ഗ്രാഫ് വരക്കാൻ പോണേ? സിലിക്കൺ ഡയോഡിന്റെ ഗ്രാഫാണ് വരക്കാൻ പോണേ. അതില് മുകളിലേക്ക് ശ്രദ്ധിച്ചോട്ടാ, അതില് മുകളിലേക്ക് വരക്കുന്ന ഗ്രാഫ് ഫോർവേഡ് ബയസിന്റെ ഗ്രാഫാണ്. ഏത് ബയസിന്റെ ഗ്രാഫ് വരക്കണത്? ഫോർവേഡ് ബയാസിങ്ങിന്റെ ഗ്രാഫാണ്. നമ്മൾ ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും എന്താണെന്ന് ഇപ്പൊ പഠിച്ചു. അപ്പൊ സിലിക്കൺ ഡയോഡ് ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള ഗ്രാഫാണ് ഇവിടേക്ക് വരക്കണം, മുകളിലേക്ക് വരക്കാം. ഇനി റിവേഴ്സ് ബയസ് കണക്ഷന്റെ ഗ്രാഫ് എങ്ങോട്ട് വരക്കും? നേരെ താഴേക്ക്. ഓക്കെ, ഇതായിരിക്കും റിവേഴ്സ് ബയസിലെ ഗ്രാഫ്. ഓക്കെ, ആരുടെ? സിലിക്കൺ ഡയോഡിന്റെ ഗ്രാഫ് കേട്ടാ. അതിൽ ഇനി എന്തൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് വി ഐ ഗ്രാഫ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിലിക്കൺ ഡയോഡിന്റെ ഗ്രാഫ് അത് ഈ ഒരു ഷേപ്പിലാണ് വരിക. ഫോർവേഡ് ബയസ് കണക്ഷന്റെ ഗ്രാഫ് ആണെങ്കിൽ മുകളിലോട്ടും, റിവേഴ്സ് ബയസ് കണക്ഷന്റെ ഗ്രാഫ് ആണെങ്കിൽ നേരെ താഴോട്ടും വരും വി ഐ ഗ്രാഫ് കേട്ടാ. ഇനി അതിൽ എന്തൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് എന്തൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ത്രെഷോൾഡ് വോൾട്ടേജും ബ്രേക്ക് ഡൗൺ വോൾട്ടേജും. ശ്രദ്ധിച്ചോട്ടാ, അതില് നോക്കിയടാ ഫോർവേഡ് ബയസിൽ ശ്രദ്ധിക്കട്ടാ, ഫോർവേഡ് ബയസിന്റെ ഗ്രാഫാണ് ഇവിടെ. ആ ഫോർവേഡ് ബയസിന്റെ ഗ്രാഫ് നിങ്ങൾ ഒന്ന് നോക്കിയേ. ഇങ്ങോട്ട് പോകുന്തോറും വോൾട്ടേജ് കൂടിക്കൂടി വരികയാണ്. ഓക്കെ, മുകളിലേക്ക് പോകുന്തോറും കറന്റ് കൂടിക്കൂടി വരികയാണ്. ഈ ഗ്രാഫിലെ ഒറിജിനിൽ നിന്ന് ഇത്രയും ഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? വോൾട്ടേജ് കൂടുന്നുണ്ടെങ്കിലും കറന്റ് എന്ത് ചെയ്യുന്നില്ല, വലിയ കാര്യമായിട്ട് കൂടുന്നില്ല. ശരിയല്ലേ? നോക്കിയേ, ഈ ഗ്രാഫിൽ നിന്ന് ഇത്രയും ഭാഗം നോക്കിട്ടാ, ഇത് നമുക്ക് അത് കഴിഞ്ഞിട്ട് പഠിക്കാം. ശ്രദ്ധിച്ചേ, അതായത് ഈ ഒരു ഗ്രാഫിൽ ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് വരും തോറും, ഇത് ഏത് കണക്ഷന്റെ ഗ്രാഫ്? ഫോർവേഡ് ബയസ് കണക്ഷന്റെ ഗ്രാഫ്. അതില് വോൾട്ടേജ് കൂടുന്നുണ്ടെങ്കിലും കറന്റ് കൂടുന്നത് എങ്ങനെയാണ്? വളരെ പതുക്കെയാണ് കറന്റ് കൂടി വരുന്നത്. പക്ഷേ ഈ ഒരു വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ കറന്റ് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? കൂടുകയാണ്. ശരിയല്ലേ? ആ വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് വോൾട്ടേജ്. എന്താ വിളിക്കുക? ത്രെഷോൾഡ് വോൾട്ടേജ്. എന്താണ് അപ്പൊ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? എന്താ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർവേഡ് ബയസ് കണക്ഷൻ സമയത്ത് വോൾട്ടേജ് കൂടുന്നുണ്ടെങ്കിലും കറന്റ് കൂടുന്നത് വളരെ പതുക്കെയാണ്, അല്ലെ? when even the voltage is increasing, the current is increasing very slowly. പക്ഷേ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ കറന്റ് പെട്ടെന്ന് എന്ത് ചെയ്യും? കൂടും. അതാണ് ഈ ഗ്രാഫിന് മനസ്സിലാവും. ഈ ഗ്രാഫ് കാണുന്ന ഒരു കുട്ടിക്ക് എന്ത് മനസ്സിലാവണം? ഇത് ഫോർവേഡ് ബയസിന്റെ ഗ്രാഫാണ്. അത് മാത്രമല്ല, ഇവിടെ വോൾട്ടേജ് അങ്ങോട്ട് പോകുന്തോറും വോൾട്ടേജ് കൂടുന്നുണ്ട്, പക്ഷെ കറന്റ് കാര്യമായിട്ട് കൂടുന്നില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? കറന്റ് പെട്ടെന്ന് കൂടും. അപ്പൊ ആ ഒരു വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് വോൾട്ടേജ്. എന്തിനാ വിളിക്കുക? ത്രെഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, ഇനി അടുത്തത് ത്രെഷോൾഡ് വോൾട്ടേജ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്ക് ചെയ്യുന്നത് എന്താണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ് കണക്ഷൻ നോക്കാം. ഈ റിവേഴ്സ് ബയസ് കണക്ഷന്റെ ഗ്രാഫ് നോക്കുമ്പോഴേ ഇങ്ങോട്ട് വരുംതോറും വോൾട്ടേജ് കൂടുന്നുണ്ട്, പക്ഷെ കറന്റ് എന്ത് ചെയ്യുന്നില്ല, കൂടാതെ ഒരേപോലെ പൊക്കോണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് കൂടുന്നില്ല. ഇവിടെ കുറച്ചെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എത്തുമ്പോഴൊക്കെ കുറച്ച് കറന്റ് കൂടുന്നുണ്ട്. പക്ഷെ ഈ ഗ്രാഫിന്റെ പ്രശ്നം എന്താണ്? അതായത് ഒരേപോലെ കറന്റ് പോവാണ്, കോൺസ്റ്റന്റ് ആയിട്ട് പോവാണ്. പക്ഷേ വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തി കഴിയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? കറന്റ് കൂടുന്നുണ്ട്. ആ വോൾട്ടേജിനെയാണ് എന്തെന്ന് പറയാ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. എന്തെന്ന് പറയാ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പൊ എന്താണ് ത്രെഷോൾഡ് വോൾട്ടേജും ബ്രേക്ക് ഡൗൺ വോൾട്ടേജും? അതായത് ഫോർവേഡ് ബയസ് കണക്ഷനിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ പറയാമെന്ന് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചുതരാം. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് താഴ്ത്ത് പഠിക്കാനുണ്ട്, എന്നാലും ഞാനിത് ഇവിടെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചുതരാം. നിങ്ങൾ ഇതേപോലെ പഠിച്ചാൽ മതി. അതായത് ഫോർവേഡ് ബയസ് കണക്ഷനിൽ ഏത് വോൾട്ടേജ് എത്തുമ്പോഴാണോ കറന്റ് ഡയോഡിൽ കൂടെ പെട്ടെന്ന് കൂടുന്നത്, ആ വോൾട്ടേജിനെയാണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയാം. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അതായത് the voltage above which the current increases very rapidly in forward bias connection is called threshold voltage. അതായത് ഏത് വോൾട്ടേജ് എത്തുമ്പോഴാണോ കറന്റ് പെട്ടെന്ന് കൂടുന്നത്, ഏത് കണക്ഷനിൽ? ഫോർവേഡ് കണക്ഷനിൽ. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? നേരെ തിരിച്ചു പറയും.
അതായത് റിവേഴ്സ് ബയസ് കണക്ഷൻ സമയത്ത് ഏത് വോൾട്ടേജ് എത്തുമ്പോഴാണോ കറണ്ട് റിവേഴ്സ് കറണ്ട് പെട്ടെന്ന് കൂടുന്നത്, ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് എന്ത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതായത് അപ്പൊ ഇതിനെങ്ങനെ പറയും? ദ വോൾട്ടേജ് എബവ് വിച്ച് ദ കറണ്ട് റിവേഴ്സ് ബയസിലുള്ള കറണ്ട് ആയതുകൊണ്ട് അതിനെ റിവേഴ്സ് കറണ്ട് എന്ന് പറയാം. സോ ദ വോൾട്ടേജ് എബവ് വിച്ച് ദ റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ് വെരി റാപ്പിഡ്ലി ഈസ് കോൾഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. മറക്കണ്ട, ത്രെഷോൾഡ് വോൾട്ടേജും ബ്രേക്ക് ഡൗൺ വോൾട്ടേജും. അപ്പൊ ഏത് വോൾട്ടേജ് എത്തുമ്പോഴാണോ ഫോർവേഡ് ബയസ് സമയത്ത് പെട്ടെന്ന് കറണ്ട് കൂടുന്നത് അതിനെയാണ് എന്തെന്ന് പറയാ? ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയാ. ഇനി ഏത് വോൾട്ടേജ് എത്തുമ്പോഴാണോ റിവേഴ്സ് ബയസ് കണക്ഷനിൽ പെട്ടെന്ന് കറണ്ട് കൂടുന്നത് ആ വോൾട്ടേജിനെയാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചാൽ മതി. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ത്രെഷോൾഡ് വോൾട്ടേജിനെ പറയുന്ന വേറൊരു പേരാണ് കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ്. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ ഞാൻ ഈ ഗ്രാഫ് വെച്ച് പറഞ്ഞ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അതിന്റെ പല പേരുകൾ, ത്രെഷോൾഡ് വോൾട്ടേജിന് തന്നെ പറയുന്ന പല പേരുകളാണ് കട്ട് ഇൻ വോൾട്ടേജ്, നീ വോൾട്ടേജ് നോക്കാം കേട്ടാ. അതേപോലെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് അതെ ദ റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് റിവേഴ്സ് കറന്റ് ഇൻക്രീസ് സഡൻലി, കണ്ട ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അടുത്തത് യെസ്, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റിയ 100% എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റെക്ടിഫയർ. അതിൽ ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. 2 റെക്ടിഫയറുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. 2 റെക്ടിഫയറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ എക്സാമിന് ഹാഫ് വേവ് റെക്ടിഫയർ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ ആയിരിക്കും ചോദിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫറൻസ് എഴുതാനോ ഒക്കെ ആയിട്ട് പറയും കേട്ടാ. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ. ശ്രദ്ധിച്ചോട്ടാ, ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഇത് സിമ്പിൾ ആയിട്ട് ഇതേ ഈ പറഞ്ഞ ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് കൃത്യമായി പഠിക്കുക, ഇത് പഠിച്ചാൽ മതി കേട്ടോ. ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ആദ്യം ഇതിന്റെ ഈ ഡയഗ്രാം വരക്കാൻ നിങ്ങൾ ആദ്യം പഠിക്കണം. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡയഗ്രാം വരക്കാൻ പഠിക്കണം. ഞാനത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോട്ടാ. ഒന്നില്ലെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ, ഇതായിരിക്കും എക്സാമിന് വരാൻ പോകുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോട്ടാ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയും ചെയ്യും. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയും ചെയ്യും. നിങ്ങൾ എന്നെ ഓർക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചോട്ടാ, അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോഴേ മക്കളെ അതിന് 2 പാർട്ടുകളാണ് ഉണ്ടാവുക. ആ ഹാഫ് വേവ് റെക്ടിഫയറിന് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സാധനം എ സി വോൾട്ടേജിന്, ശ്രദ്ധിച്ചോട്ടാ, എ സി വോൾട്ടേജിന് DC വോൾട്ടേജ് ആക്കി മാറ്റുന്ന ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെക്ടിഫയർ. എന്താണ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സി വോൾട്ടേജിന്, പറഞ്ഞോട്ടാ, എ സി വോൾട്ടേജിന് DC വോൾട്ടേജ് ആക്കി മാറ്റുന്ന ഡിവൈസുകൾ നമ്മൾ പറയുന്ന പേരാണ് റെക്ടിഫയർ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏത് റെക്ടിഫയർ ആണ്? ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണത്. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത 2 ഭാഗങ്ങളാണ് അതിനുള്ളത്. ഒരു പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും. അതിൽ പ്രൈമറി സർക്യൂട്ട് ആണെങ്കിൽ അതിലുള്ളത് ഒരു AC സോഴ്സ് ഉണ്ട്, അതായത് AC വോൾട്ടേജ് കൊടുക്കാനായിട്ടുള്ള ഒരു AC സോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു പ്രൈമറി കോയിൽ ഉണ്ട്. ഈ കോയിൽ നമ്മൾ എന്താ പറയാ? പ്രൈമറി കോയിൽ. ഇതാണ് പ്രൈമറി സർക്യൂട്ടിലുള്ളത്. ഇനി സെക്കൻഡറി സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ട്? ഒരു സെക്കൻഡറി കോയിൽ ഉണ്ട്, ഒരു ഡയോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്ററിനെ നമ്മൾ പറയും ലോഡ് റെസിസ്റ്റർ. എന്തെന്ന് പറയും? ലോഡ് റെസിസ്റ്റർ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡയഗ്രാം. എന്തൊക്കെ വരക്കണം? പ്രൈമറി സർക്യൂട്ടും വരക്കണം, സെക്കൻഡറി സർക്യൂട്ടും വരക്കണം. പ്രൈമറി സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒരു AC സോഴ്സ്, AC കൊടുക്കുന്ന സോഴ്സ്, AC വോൾട്ടേജ് കൊടുക്കുന്ന സോഴ്സ് ഉണ്ടാവണം, പ്രൈമറി കോയിൽ. സെക്കൻഡറി സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവണം? സെക്കൻഡറി കോയില്, പിന്നെ ഡയോഡ്, പിന്നെ ലോഡ് റെസിസ്റ്റർ. കുഴപ്പമില്ലല്ലോ. അതേപോലെ തന്നെ അതിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്, എയും ബിയും. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഈ ഒരു വർക്കിങ്ങിനെ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് എന്തൊക്കെ ചെയ്യണോ അത് മാത്രമേ നമ്മളിപ്പോ പറയുന്നുള്ളൂ. ശ്രദ്ധിച്ചോട്ടാ. നോക്കാം. അപ്പൊ ഇവിടെ ഇതിന്റെ ഡയഗ്രാം പഠിച്ചു. അടുത്ത പഠിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഇതിന്റെ എന്ത് പഠിക്കുക?
ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫ് പഠിക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫ് പഠിക്കാം. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ എന്താണ്, എ സി വോൾട്ടേജ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. എന്ത് വോൾട്ടേജ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്? എ സി വോൾട്ടേജ്. എ സി വോൾട്ടേജ് കൊടുക്കണം. എ സി വോൾട്ടേജിന്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? എ സി ആണ്. ഓക്കെ, അപ്പൊ അതേ നോക്കിക്കോ, എ സി വോൾട്ടേജിന്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്തുണ്ട്? ഒരു പോസിറ്റീവ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ. ഓക്കെ, എ സി വോൾട്ടേജ് ആകുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? പോസിറ്റീവ് സൈക്കിളും ഉണ്ടാവും, നെഗറ്റീവ് സൈക്കിളും ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ. ഇൻപുട്ട് ഗ്രാഫ് ആകുമ്പോൾ അതായത് ഈ സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? എ സി ആണ്. അപ്പൊ എ സിക്ക് പോസിറ്റീവ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോട്ടാ. ഇപ്പൊ അതിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് മൊത്തം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടാ. അപ്പൊ പോസിറ്റീവ് സൈക്കിൾ ആണ് ആദ്യം വരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു എന്നൊന്ന് ജസ്റ്റ് പറഞ്ഞേ. ഹാഫ് വേവ് റെക്ടിഫയർ ആണ് നമ്മൾ പഠിക്കുന്നത്. എന്തായിരുന്നു റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ? എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആക്കി മാറ്റുന്ന സർക്യൂട്ടുകളെ പറയുന്ന പേരാണ് റെക്ടിഫയർ. ആ പ്രോസസ്സിനെ പറയുന്ന പേര് റെക്ടിഫിക്കേഷൻ. ഓർത്ത് വെച്ചോട്ടാ, നോട്ട് ചെയ്ത് വെച്ചോട്ടാ. യെസ്. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട് അതിന്റെ ഡയഗ്രത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ഇൻപുട്ട് ഗ്രാഫ് പറഞ്ഞു അല്ലെ. ഇൻപുട്ട് നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന എന്താണ്? എ സി വോൾട്ടേജ് ആണ്. എ സി വോൾട്ടേജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈക്കിളും ഉണ്ടാവും, നെഗറ്റീവ് സൈക്കിളും ഉണ്ടാവും. പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ, അങ്ങനെ പോകുന്ന ഗ്രാഫാണ് എ സിയുടെ. ഇനി ആദ്യം അതിൽ വരുന്നത് പോസിറ്റീവ് സൈക്കിൾ ആണ്. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഈ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ഡയോഡിന്റെ ഏത് സൈഡാ? പി സൈഡ്. ഇത് ഏത് സൈഡാ? എൻ സൈഡ്. ശരിയല്ലേ? ഇത് ഡയോഡിന്റെ പി സൈഡും ഇതെന്താണ്? എൻ സൈഡും ആണ്. അതവിടെ കേട്ടെ കേട്ടാ, ശ്രദ്ധിച്ചോ. ആദ്യം എ സി സൈക്കിൾ ആദ്യം വരുന്നത് പോസിറ്റീവ് സൈക്കിൾ ആണ്. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നോക്കിയേ, ഇവിടെ നിന്നാണ് നമ്മൾ എ സി കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന എ സി വോൾട്ടേജ് ആർക്ക് കിട്ടും? പ്രൈമറി കോയിലിലേക്ക് കിട്ടും. പ്രൈമറി കോയിലിൽ നിന്ന് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി അതെവിടെ, ഇപ്പൊ ഞാൻ ഇതിന്റെ വർക്കിംഗ് പറയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വെറുതെ കേട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി, അത് മൊത്തം എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കൊടുത്തേക്കണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യം എ സി വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ആ എ സി വോൾട്ടേജ് ആർക്ക് കിട്ടും? നമ്മുടെ പ്രൈമറി കോയിലിന് കിട്ടും. അതിന് ആ എ സി വോൾട്ടേജ് ആരെടുക്കും? സെക്കൻഡറി കോയിൽ എടുക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി സെക്കൻഡറി കോയിലേക്ക് കിട്ടും. അപ്പൊ സെക്കൻഡറി കോയിലേക്ക് ഇപ്പൊ എ സി വോൾട്ടേജ് എത്തി. എ സി വോൾട്ടേജിൽ ആദ്യം വരുന്നത് ഏത് സൈക്കിളാ? പോസിറ്റീവ് സൈക്കിൾ ആണ് എ സിയിൽ വരുന്നത് ആദ്യം. അപ്പൊ പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എ എന്ന് പറഞ്ഞ പോയിന്റ് പോസിറ്റീവ് ആയിട്ടും ബി എന്ന് പറഞ്ഞ പോയിന്റ് നെഗറ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. എ എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ടും ബി എന്ന് പറഞ്ഞ പോയിന്റ് നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കിയാടാ മക്കളെ, എ എന്ന് പറഞ്ഞ പോയിന്റ് പോസിറ്റീവ്. പോസിറ്റീവ് സൈഡ് ഡയോഡിന്റെ പി സൈഡുമായിട്ടാണ് കണക്ഷനിൽ വരുന്നത്. പോസിറ്റീവ് സൈഡ് പി സൈഡുമായിട്ട് കണക്ഷനിൽ വന്ന ആ കണക്ഷന് നമ്മൾ പറയും ഫോർവേഡ് ബയസ് കണക്ഷൻ എന്ന് പറയും. എന്ന് പറയും ഫോർവേഡ് ബയസ് കണക്ഷൻ. അങ്ങനെ ഫോർവേഡ് ബയസ് കണക്ഷൻ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഡയോഡിൽ കൂടെ കറന്റ് കയറി എവിടേക്ക് എത്തും? നമ്മുടെ ലോഡ് റെസിസ്റ്ററിലേക്ക് കറന്റ് എത്തും. കാരണം ഫോർവേഡ് ബയസ് ആവുമ്പോഴാണ് എന്ത് ഡയോഡിൽ കൂടെ കയറി പോവുക? കറന്റ് ഡയോഡിൽ കൂടെ കയറി പോവുക. അങ്ങനെ ഡയോഡിൽ കൂടെ കറന്റ് കയറി എവിടേക്ക് എത്തും? ലോഡ് റെസിസ്റ്ററിൽ കറന്റ് എത്തും. അപ്പോൾ ലോഡ് റെസിസ്റ്ററിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വോൾട്ടേജ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാണ് ഞാൻ? അതിന്റെ ഔട്ട്പുട്ട് വരക്കാൻ പോവുകയാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ എ സി കൊടുക്കുമ്പോൾ അവിടെ അതിന് കിട്ടുന്ന റിസൾട്ട്. അപ്പൊ പോസിറ്റീവ് സൈക്കിൾ സമയത്ത് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? ലോഡ് റെസിസ്റ്ററിലേക്ക് കറന്റ് കയറുന്നത് കാരണം അവിടെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഔട്ട്പുട്ട് വരച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇപ്പൊ പറഞ്ഞത് പോസിറ്റീവ് സൈക്കിൾ ആണ്. പോസിറ്റീവ് സൈക്കിളിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അതായത് എ സി വോൾട്ടേജ് നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന ആദ്യം ആർക്കാണ്? പ്രൈമറി കോയിലിനാണ്. അതുമെന്ന് ആ എ സി വോൾട്ടേജ് ആരെടുക്കും? സെക്കൻഡറി കോയിൽ എടുക്കും. എന്ത് വഴി? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി. അപ്പൊ സെക്കൻഡറി കോയിലേക്ക് ഇപ്പൊ എ സി വോൾട്ടേജ് എത്തി. എ സി വോൾട്ടേജിൽ ആദ്യം വരുന്ന സൈക്കിൾ ഏതാണ്? പോസിറ്റീവ് സൈക്കിൾ ആണ്. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? എ എന്ന് പറഞ്ഞ പോയിന്റ് പോസിറ്റീവ് ആയിട്ടും ബി എന്ന് പറഞ്ഞ പോയിന്റ് നെഗറ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ പോസിറ്റീവ് പി സൈഡ്, ഡയോഡിന്റെ പി സൈഡിലേക്ക് പോസിറ്റീവ് കണക്ട് ചെയ്ത അത് ഏതാ കണക്ഷൻ? ഫോർവേഡ് കണക്ഷൻ ആണ്. ഫോർവേഡ് ബയസ് കണക്ഷൻ ആണ്. ഫോർവേഡ് ബയസ് കണക്ഷൻ ആകുമ്പോൾ അതിൽ കൂടെ ഡയോഡിൽ കൂടെ എന്ത് കയറി പോകും? കറന്റ് കയറി പോകും. ആ കറന്റ് എവിടെ എത്തും? ലോഡ് റെസിസ്റ്ററിൽ എത്തും. അപ്പൊ ലോഡ് റെസിസ്റ്ററിൽ എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പൊ ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വരച്ചു വെച്ചു. ഇനി അടുത്തത് വരുന്നത് പോസിറ്റീവ് സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ എ സിയിൽ വരുന്നത് ഏതാണ്? നെഗറ്റീവ് സൈക്കിൾ. നെഗറ്റീവ് സൈക്കിൾ സമയത്ത് എന്താ സംഭവിക്കുക? നെഗറ്റീവ് സൈക്കിൾ സമയത്ത് നേരെ തിരിച്ചു ഒന്ന് പറഞ്ഞേ. നെഗറ്റീവ് സൈക്കിൾ സമയത്ത് എന്ത് സംഭവിക്കും? നേരെ തിരിച്ചു പറയും. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എ പോസിറ്റീവ് ബി നെഗറ്റീവ് അല്ലേ. അപ്പൊ നെഗറ്റീവ് സൈക്കിൾ സമയത്ത് എന്തായിരിക്കും? നേരെ തിരിച്ച് എ നെഗറ്റീവും ബി എന്താവും? പോസിറ്റീവ് ആവും. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം?
നെഗറ്റീവ് സൈഡ് പി സൈഡുമായിട്ട് കണക്ഷനിൽ വരികയാണ്. നെഗറ്റീവ് സൈഡ് പി സൈഡുമായിട്ട് കണക്ഷനിൽ വരിക. ഞാൻ നേരത്തെ പഠിപ്പിച്ച കണക്ഷനുകൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായി, ഇതേ നോക്ക്, നെഗറ്റീവ് സൈഡ് പി സൈഡുമായിട്ട് കണക്ഷനിൽ വരിക. അത് ഏത് കണക്ഷനാ? റിവേഴ്സ് ബയാസിങ് ആണ്. അപ്പൊ റിവേഴ്സ് ബയസിങ് ആവുമ്പോൾ, ഡയോഡ് റിവേഴ്സ് ബയസ് ആവുമ്പോൾ എന്താ പ്രശ്നം? റിവേഴ്സ് ബയസ് ആവുമ്പോൾ ഈ ഡയോഡ് എന്ത് കടത്തി വിടൂല? കറണ്ടിനെ കടത്തി വിടൂല. ഓക്കെ, നെഗറ്റീവ് സൈക്കിൾ സമയത്ത് എന്താ സംഭവിക്കണേ? എ എന്ന് പറഞ്ഞ പോയിന്റ് നെഗറ്റീവായിട്ടും ബി എന്ന് പറഞ്ഞ പോയിന്റ് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് കാരണം ഡയോഡ് എന്ത് കണക്ഷനിലേക്ക് പോകും? റിവേഴ്സ് ബയസിലേക്ക് പോകും. റിവേഴ്സ് ബയസ് ആവുമ്പോൾ അതിൽ കൂടെ എന്ത് കയറി പോവില്ല? കറണ്ട് കയറി പോകാൻ പറ്റാത്ത അവസ്ഥ വരും. കറണ്ട് കയറി പോവാതെ ആവുമ്പോൾ ലോഡ് റെസിസ്റ്ററിൽ എന്ത് കിട്ടൂല? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടൂല. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈക്കിളിന് എന്തില്ല ഇവിടെ? ഔട്ട്പുട്ട് കിട്ടൂല. ഇനി വീണ്ടും പോസിറ്റീവ്, അടുത്ത പറഞ്ഞ ഏതാ? പോസിറ്റീവ് സൈക്കിൾ. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ കാര്യം എന്താണ് നമ്മൾ പറഞ്ഞത്? പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എ പോസിറ്റീവ് ആവും, ബി നെഗറ്റീവ് ആവും. പോസിറ്റീവ് പി സൈഡുമായിട്ട് കണക്ഷനിൽ വന്നാൽ ഇത് ഏത് കണക്ഷനിലേക്ക് പോകും? ഫോർവേഡ് ബയസ് കണക്ഷനിലേക്ക് പോകും. ഫോർവേഡ് ബയസ് കണക്ഷൻ ആകുമ്പോൾ അതുമ്പോൾ കൂടെ കറണ്ട് കയറി, ഡയോഡിൽ കൂടെ കറണ്ട് കയറി ലോഡ് റെസിസ്റ്ററിൽ കറണ്ട് കിട്ടും. അപ്പോൾ ലോഡ് റെസിസ്റ്ററിൽ എന്ത് വരും? ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വരും. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഇനി പിന്നെ എന്ത് വരും? നെഗറ്റീവ് സൈക്കിൾ സമയത്ത് നമുക്ക് എന്ത് കിട്ടൂല? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടൂല. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇൻപുട്ടിന്റെ ഗ്രാഫും ഔട്ട്പുട്ടിന്റെ ഗ്രാഫും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻപുട്ട് കൊടുത്തത് എ സി ആണ് അല്ലെ? ഇൻപുട്ട് കൊടുത്തത് എന്താണ്? എ സി. അതിന് പോസിറ്റീവ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടിയത് നോക്കിയേ, പോസിറ്റീവ് സൈക്കിളുകൾ മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് സൈക്കിളിൽ മാത്രമേ എന്ത് കിട്ടണുള്ളൂ? ഔട്ട്പുട്ട് കിട്ടണുള്ളൂ. അപ്പൊ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ നോക്കുക? എഴുതി വെച്ചാൽ നോക്കിയേ, ശ്രദ്ധിച്ചേ. ഇൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് എ സി there is a current through the load resistor and we get output voltage. അതായത് പോസിറ്റീവ്, ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈക്കിൾ സമയത്ത്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ലോഡ് റെസിസ്റ്ററിലേക്ക് കറന്റ് കയറി പോവുകയും ലോഡ് റെസിസ്റ്ററിൽ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. whereas there is no current in negative half cycle. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജും കിട്ടൂല. ക്ലിയർ? നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് എന്തില്ല? ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടൂല. ഇതാണ് എന്ത്? ആരുടെ വർക്കിംഗ്? ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ്. ഇത്രേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, അത്ര കോംപ്ലിക്കേറ്റഡ് ആയ? ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞുകൂടാ മക്കളെ? അതായത് ഇവിടെ ആദ്യം എ സി വോൾട്ടേജ് പ്രൈമറി സർക്യൂട്ടിലേക്ക് വരും. പ്രൈമറി സർക്യൂട്ടിൽ പ്രൈമറി കോയിലിൽ നിന്ന് അത് സെക്കൻഡറി കോയിലിലേക്ക് എത്തും. ആദ്യം എ സി സൈക്കിളിൽ ആരാ വരിക? പോസിറ്റീവ് സൈക്കിൾ ആണ് ആദ്യം വരുന്നത്. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എ പോസിറ്റീവ് ആവും, ബി നെഗറ്റീവ് ആവും. പോസിറ്റീവ് സൈഡ് പി സൈഡുമായിട്ട് കണക്ഷനിൽ വന്നാൽ ഇത് ഫോർവേഡ് കണക്ഷനിലേക്ക് പോകും. ഫോർവേഡ് കണക്ഷൻ ആവുമ്പോൾ മാത്രമാണ് ഡയോഡിൽ കൂടെ എന്ത് കയറി പോവുക? കറണ്ട് കയറി എവിടേക്ക് എത്തുക? ലോഡ് റെസിസ്റ്ററിലേക്ക് കറണ്ട് കിട്ടുക. ഈ ലോഡ് റെസിസ്റ്ററിൽ കറണ്ട് കിട്ടിയാലാണ് ലോഡ് റെസിസ്റ്ററിൽ എന്ത് വരിക? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. അപ്പോൾ വോൾട്ടേജ് വരച്ചു. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് നേരെ തിരിച്ച് ഇത് റിവേഴ്സ് കണക്ഷനിലേക്ക് പോകും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടൂല. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് റെക്ടിഫയർ എന്ന് വിളിക്കാൻ കാരണം? ഇവിടെ നോക്കി, ഇൻപുട്ട് കൊടുത്തതിൽ പോസിറ്റീവ് ഡയറക്ഷനിലും ഔട്ട് ഉണ്ട്, നെഗറ്റീവ് ഡയറക്ഷനിലും ഔട്ട് ഉണ്ട് അല്ലെ? രണ്ട് ഡയറക്ഷനിലും വോൾട്ടേജ് ഉണ്ട് അല്ലെ? ശരിയല്ലേ? ഇൻപുട്ട് ആയിട്ട് കൊടുത്തതിൽ രണ്ട് ഡയറക്ഷനിലും വോൾട്ടേജ് ഉണ്ട്. പോസിറ്റീവ് ഡയറക്ഷനിലും ഉണ്ട്, നെഗറ്റീവ് ഡയറക്ഷനിലും ഉണ്ട്. പക്ഷെ ഔട്ട്പുട്ട് കിട്ടിയതിലോ ഒരു ഡയറക്ഷനിൽ മാത്രമല്ലേ ഉള്ളൂ വോൾട്ടേജ്? ശരിയല്ലേ? ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രമല്ലേ ഉള്ളൂ വോൾട്ടേജ്. അതുകൊണ്ട് ഇതെന്താണെന്ന് പറയും? ഡി സി ആണെന്ന് പറയും. കാരണം എ സി ആണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലും ഉണ്ടാവും, നെഗറ്റീവ് ഡയറക്ഷനിലും ഉണ്ടാവും. ഡി സി ആണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതെന്ന് പറയാൻ കാരണം എന്താ? കിട്ടുന്ന മൊത്തം ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഡി സി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഹാഫ് വേവ് എന്ന് പറയാൻ കാരണം എന്താ? ഒരു ഫുൾ വേവ് എന്ന് പറഞ്ഞാൽ എന്തോരം? ഇതേ ഇതാണ് ഒരു ഫുൾ വേവ്. ഒരു ഫുൾ വേവ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ പകുതിയല്ലേ ഔട്ട്പുട്ടായിട്ട് കിട്ടണുള്ളൂ അല്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഫുൾ വേവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പകുതി മാത്രമല്ലേ ഔട്ടായിട്ട് കിട്ടണുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാനുള്ള കാരണം ട്ടാ. യെസ്. അടുത്തത് ഫുൾ വേവ് റെക്ടിഫയർ. ശ്രദ്ധിച്ചോ, ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ്, ഹാഫ് വേവ് കിട്ടിയ ആൾക്കാർക്ക് ഫുൾ വേവ് കിട്ടും. ശ്രദ്ധിച്ചോട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് ഡയഗ്രത്തിൽ? ഡയഗ്രം നോക്കുക, അതിന്റെ വർക്കിംഗ്, പിന്നെ അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫ്. ശ്രദ്ധിച്ചോട്ടാ, നോക്കിയോ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഫുൾ വേവ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫുൾ വേവ് റെക്ടിഫയർ. ഡ്രോ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഗ്രാഫ്. ഫുൾ വേവ് റെക്ടിഫയർ
ഇതിൽ എന്തൊക്കെ ഉണ്ട്? ആദ്യം തന്നെ അത് ഞാൻ കംപ്ലീറ്റ് വരക്കാട്ടെ. പ്രൈമറി സർക്യൂട്ട് നേരത്തെ പോലെ തന്നെ കുഴപ്പമൊന്നുമില്ല. പ്രൈമറി സർക്യൂട്ടിൽ AC വോൾട്ടേജിന് എന്തിലേക്ക് കൊടുക്കണം? പ്രൈമറി കോയിലേക്ക് കൊടുക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. പ്രൈമറി സർക്യൂട്ട് നേരത്തെ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. സെക്കൻഡറി സർക്യൂട്ടിലാണ് ഇവിടെ വ്യത്യാസം. എന്തൊക്കെ വ്യത്യാസമുണ്ട് ഇവിടെ? സെക്കൻഡറി സർക്യൂട്ടിൽ നേരത്തെ ഡയഗ്രത്തിൽ ഒരൊറ്റ ഡയോഡേ ഇവിടെ ഉള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഫുൾ വേവ് റെക്ടിഫയറിൽ 2 ഡയോഡ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ പേര് D1 എന്നും D2 എന്നും കൊടുത്തു. D1 ഉം D2 2 ഡയോഡ്. പിന്നെ എയും ബിയും 2 പോയിന്റ്. അത് നേരത്തെ പോലെ തന്നെ എയും ബിയും 2 പോയിന്റ്. പക്ഷെ ഇവിടെ വ്യത്യാസം 2 ഡയോഡുകളുണ്ട്. ആദ്യത്തെ ഡയോഡ് D1 എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തെ ഡയോഡ് D2 എന്ന് പേര് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡറി കോയിലിൽ നിന്ന്, ഇതല്ലേ സെക്കൻഡറി കോയിൽ, അതും വന്ന് നേരെ എന്ത് നടത്തിയിട്ടുണ്ട്? ടാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഈ സിമ്പൽ എന്തിനെ കാണിക്കുന്നതാണ്? ഇത് എന്തിനെ കാണിക്കുന്നതാണ്? ടാപ്പിംഗ് അഥവാ എർത്തിങ് എന്ന് പറയും. എന്താ ഈ ടാപ്പിങ്ങും എർത്തിങ്ങും ഒക്കെ? അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എർത്തിങ് ഒക്കെ കേട്ടില്ലേ? എന്താ എർത്തിങ് എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് വരുന്ന വോൾട്ടേജിനെ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാം? എർത്തിങ് അഥവാ ടാപ്പിംഗ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ടാപ്പിംഗ് നടത്തിയത് കാരണം ഇതിവിടെ എഴുതിയ കണ്ടില്ലേ? സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. നേരത്തെ വെറും ട്രാൻസ്ഫോമർ എന്ന് എഴുതിയിട്ടുള്ളൂ. ഇവിടെ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? നമ്മുടെ ലോഡ് റെസിസ്റ്റർ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നേരത്തെ ഡയഗ്രത്തിൽ നിന്നുള്ള വ്യത്യാസം? പ്രൈമറി സർക്യൂട്ട് അതേപോലെ തന്നെ. സെക്കൻഡറി സർക്യൂട്ട് ഇത് വരച്ചു പഠിക്കണോട്ടെ. ഈ ഡയഗ്രാം വരക്കണേന് മാർക്ക് ഉള്ളതാണ് കേട്ടാ. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരക്കണം. ഇത് വരച്ച് തന്നെ പഠിക്കണേ. അപ്പൊ സെക്കൻഡറി സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ട്? 2 ഡയോഡുകൾ ഉണ്ട്. D1 എന്ന് പറഞ്ഞ ഒരു ഡയോഡും D2 എന്ന് പറഞ്ഞ ഡയോഡും. ഓക്കെ. അതേപോലെ ടാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അതേപോലെ രണ്ടും തമ്മിൽ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഇതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫ് ഒന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. ഇൻപുട്ട് ആയിട്ട് എന്തായാലും കൊടുക്കുന്നത് എന്താണ്? AC തന്നെയാണ്. ഇൻപുട്ട് ആയിട്ട് എന്തായാലും കൊടുക്കുന്നത് എന്താണ്? AC. ഇത് ഇൻപുട്ടിന്റെ ഗ്രാഫാണ്. ശ്രദ്ധിച്ചോട്ടാ. ഇൻപുട്ട് ഗ്രാഫാണ് ഈ വരക്കുന്നത്. നോക്കിക്കോ. ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? AC ആണ് കൊടുക്കുന്നത്. കാരണം എന്താ? പോസിറ്റീവ് ഡയറക്ഷനിലും ഉണ്ട്, നെഗറ്റീവ് ഡയറക്ഷനിലും ഉണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്. ഓക്കെ. ഇനി ഇതിന്റെ ഔട്ട് എന്ത് കിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടാ. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ബോഡിയൊക്കെ നോക്കിക്കോ, ശ്രദ്ധിക്കട്ടാ. ഇൻപുട്ട് കൊടുക്കുന്നതില ആദ്യം വരുന്ന സൈക്കിൾ ഏതാ? പോസിറ്റീവ് സൈക്കിളാ. നേരത്തെ പഠിച്ച സെയിം കാര്യം. പോസിറ്റീവ് സൈക്കിളാണ് ഫസ്റ്റ് വരുന്നത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ. അപ്പൊ പോസിറ്റീവ് സൈക്കിൾ സമയത്ത് A പോസിറ്റീവായിട്ട് പ്രവർത്തിക്കും, B നെഗറ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. ശരിയല്ലേ? നമുക്കറിയാം ഇത് ഡയോഡിന്റെ ഏത് സൈഡാ? P സൈഡ്. ഇത് ഏത് സൈഡാ? N സൈഡ്. ഇത് ഏത് സൈഡാ? P സൈഡ്. ഇത് ഏത് സൈഡ്? N സൈഡ്. കുഴപ്പമില്ലല്ലോ. നോക്കാം. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് A എന്ന് പറഞ്ഞ പോയിന്റ് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കും, B എന്ന് പറഞ്ഞ പോയിന്റ് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കും. അപ്പൊ പോസിറ്റീവ് സൈഡ് P സൈഡുമായിട്ട് കണക്ഷനിൽ വന്നാൽ ഇത് ഏത് കണക്ഷനിലേക്ക് പോകും? ആദ്യത്തെ ഡയോഡ് ഫോർവേഡ് ബയസ് കണക്ഷനിലേക്ക് പോകും അല്ലെ? D1 എന്ന് പറഞ്ഞ ഡയോഡ് ഫോർവേഡ് ബയസ് കണക്ഷനിലേക്ക് പോകും. ഇവിടെയോ D2 എന്ന് പറഞ്ഞ ഡയോഡോ നോക്കിയേ, നെഗറ്റീവ് സൈഡാണ് P സൈഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് കണക്ഷനിലേക്ക് പോകും? റിവേഴ്സ് ബയസ് കണക്ഷനിലേക്ക് പോകും. അപ്പൊ എന്താ പ്രത്യേകത? റിവേഴ്സ് ബയസ് കണക്ഷൻ ആകുമ്പോൾ ഇതുമ്മ കൂടെ കറണ്ട് പോകില്ല. പക്ഷേ ഇത് ഫോർവേഡ്, D1 എന്ന് പറഞ്ഞത് ഫോർവേഡ് ബയസ്ഡ് ആയതുകൊണ്ട് അതിൽ കൂടെ എന്ത് പാസ് ചെയ്യും? ആ ഡയോഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് എവിടേക്ക് എത്തും? ലോഡ് റെസിസ്റ്ററിലേക്ക് കറണ്ട് എത്തും. അതുവഴി ലോഡ് റെസിസ്റ്ററിൽ എന്ത് കിട്ടും? നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഔട്ട്പുട്ട് വരച്ചു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത്, അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത വരുന്ന സൈക്കിൾ ഏതാ? നെഗറ്റീവ് സൈക്കിൾ. നെഗറ്റീവ് സൈക്കിൾ സമയത്ത് എന്താ സംഭവിക്കാം? നേരെ തിരിച്ചു പറയും. എന്ത് സംഭവിക്കും? നെഗറ്റീവ് സൈക്കിൾ സമയത്ത് A എന്ന് പറഞ്ഞ പോയിന്റ് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കും, B എന്ന് പറഞ്ഞ പോയിന്റ് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? നെഗറ്റീവ് സൈഡ് P സൈഡുമായിട്ട് കണക്ഷനിൽ വരുമ്പോൾ ഇത് ഏത് കണക്ഷനിലേക്ക് പോകും? D1 എന്ന് പറഞ്ഞ ഡയോഡ് റിവേഴ്സ് ബയസ് കണക്ഷനിലേക്ക് പോകും. അതേപോലെ D2 എന്ന് പറഞ്ഞ ഡയോഡ് ഫോർവേഡ് ബയസ് കണക്ഷനിലേക്ക് പോകും. ശരിയല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഫോർവേഡ് ബയസ് കണക്ഷൻ ആയിട്ടുള്ള ആ ഡയോഡിൽ കൂടെ കറണ്ട് കയറി എവിടേക്ക് എത്തും? ലോഡ് റെസിസ്റ്ററിലേക്ക് എത്തും അല്ലെ? ഇതിൽ കൂടെ കറണ്ട് പോകില്ല, റിവേഴ്സ് ആയി കിടക്കുകയാണ്. ഇത് ഫോർവേഡ് ബയസ് കണക്ഷൻ ആവുന്നത് കൊണ്ട് D2 എന്ന് പറഞ്ഞ ഡയോഡിൽ കൂടെ കറണ്ട് കയറി അത് എവിടേക്ക് എത്തും? ലോഡ് റെസിസ്റ്ററിൽ എത്തും. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. ഇനി വീണ്ടും നേരത്തെ എന്താ പറഞ്ഞത്? ഇനി അടുത്ത വരുന്നത് പോസിറ്റീവ് സൈക്കിള്. വീണ്ടും എന്ത് സംഭവിക്കും? A പോസിറ്റീവ്, B നെഗറ്റീവ്. ഇത് ഫോർവേഡ് ആവും, ഇത് റിവേഴ്സ് ആവും. അപ്പൊ ഫോർവേഡിൽ കൂടെ കറണ്ട് പോയി അവിടെ ഔട്ട് കിട്ടും.
അങ്ങനെ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ഗ്രാഫ് ആയിരിക്കും നമുക്ക് ഇത് നമുക്ക് കിട്ടുക. ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്ന് ഇനി അതിന്റെ വർക്കിംഗ് ഒന്ന് എഴുതിയേക്കണം. നോക്കിയേ, ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 get forward biased and conduct while D2 being reverse biased is not conducting. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് എ പോസിറ്റീവ് ആവുന്നത് കൊണ്ട് D1 ഫോർവേഡ് ബയസ് കണക്ഷനിലേക്കും D2 റിവേഴ്സ് ബയസ് കണക്ഷനിലേക്കും പോകും അല്ലെ. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? പോസിറ്റീവ് സൈക്കിൾ സമയത്ത് ഇവിടെ എന്തായിരിക്കും സംഭവിക്കേണ്ടാവുക പറഞ്ഞേ? പറ. പോസിറ്റീവ് സൈക്കിൾ സമയത്ത് എന്താ സംഭവിക്കുക? എ പോസിറ്റീവ് ആവും, ബി നെഗറ്റീവ് ആവും. അപ്പൊ എ പോസിറ്റീവ് ആവുമ്പോൾ ഇത് ഏത് കണക്ഷനിലായിരിക്കും? ഫോർവേഡ് ബയസ് കണക്ഷനിലായിരിക്കും. ഇത് ഏത് കണക്ഷനിലായിരിക്കും? D2 റിവേഴ്സ് ബയസ് കണക്ഷനിലായിരിക്കും. അപ്പൊ ഫോർവേഡ് ബയസ് കണക്ഷനിൽ കൂടെ കറണ്ട് കയറി ലോഡ് റെസിസ്റ്ററിലേക്ക് എത്തും അല്ലെ. ഇത് കണ്ടക്ടിങ് ആവും, ഇത് നോൺ കണ്ടക്ടിങ് ആവും. ഹെൻസ് വി ഗെറ്റ് എൻ ഔട്ട്പുട്ട് കറന്റ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ലോഡ് റെസിസ്റ്റർ. അപ്പൊ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അടുത്തതോ, രണ്ടാമത്തെ പോയിന്റോ, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് നേരെ തിരിച്ചു അല്ലെ. D1 റിവേഴ്സ് ബയസ് കണക്ഷനിലേക്ക് പോവും, D2 ഫോർവേഡ് ബയസ് കണക്ഷനിലേക്ക് പോവും. അപ്പൊ D2 കണ്ടക്ട് ചെയ്ത് അതും കൂടെ കറന്റ് ലോഡ് റെസിസ്റ്ററിലേക്ക് എത്തും. അപ്പോഴും നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പൊ നേരത്തെ പഠിച്ചതും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായുള്ളൂ അല്ലേ. കാരണം എന്താ? നെഗറ്റീവ് ആവുമ്പോൾ റിവേഴ്സ് ആവുന്നത് കൊണ്ട് അതിൽ കൂടെ കറണ്ട് കയറി പോകാത്ത ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായില്ല. പക്ഷെ ഇവിടെ രണ്ട് ഡയോഡുകൾ ഉള്ളത് കാരണം ഒരെണ്ണം ഇപ്പൊ റിവേഴ്സ് ആയാലും ഒരെണ്ണം എന്തായി നിൽക്കുന്നുണ്ടാവും? ഫോർവേഡ് ആയി നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ കൂടെ കറണ്ട് കയറിപ്പോവും. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിക്കോട്ടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിക്കോട്ടെ, രണ്ട് ഹാഫ് സൈക്കിളിലും ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഫുൾ വേവ് എന്ന് പറയുന്നത്. മറ്റേത് പകുതി മാത്രമേ ഔട്ട് കിട്ടുന്നുണ്ടായുള്ളൂ. ഇതെന്താണ്? ഫുള്ളും, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്തും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്തും. പോസിറ്റീവ് സൈക്കിൾ സമയത്തും ഔട്ട് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്തും ഔട്ട് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയും. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? ഈ ഡയഗ്രാം വരച്ചു വെക്കണം, ഇതിന്റെ വർക്കിംഗ് എഴുതണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ, സ്വന്തം വേർഡ്സിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫ് വരച്ചു വെക്കുക. ഇത്രയും കാര്യം ചെയ്താൽ അതിന്റെ ഫുൾ മാർക്കുകളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ, അല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ സാധ്യത നമ്മുടെ ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. പിന്നെ 1 മാർക്കിന്റെ ചോദ്യമൊക്കെ ആണെങ്കിൽ ഡോപ്പിംഗ് എന്താണ്, ഡോപ്പന്റ് എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ എനർജി ഡയഗ്രാം തന്നിട്ട് അത് ഏതാണ്, ഇൻസുലേറ്ററിന്റെ ആണോ സെമി കണ്ടക്ടറിന്റെ ആണോ മെറ്റലിന്റെ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ചോദിക്കും കേട്ടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ. വാട്ട് ആർ ഫിൽറ്റേഴ്സ്? എന്താണ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡ്രോ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് ഫിൽറ്റർ. ഫിൽറ്റർ എന്താണെന്നും അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫ് വരക്കാൻ നോക്കിയേ. ദ സർക്യൂട്ട് ദാറ്റ് ഫിൽറ്റർ ഔട്ട് ദ AC റിപ്പിൾസ് ആൻഡ് ഗിവ് പ്യുവർ DC വോൾട്ടേജ് ആർ കോൾഡ് ഫിൽറ്റർ. അതായത് ഒരു സർക്യൂട്ടിലുള്ള AC റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ശരിക്കും ഒരു റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടായിരുന്നു, റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു റെക്ടിഫയർ? നോക്കിയേ, എന്തായിരുന്നു റെക്ടിഫയർ? AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കി മാറ്റുന്ന സാധനമായിരുന്നു റെക്ടിഫയർ, ശരിയല്ലേ? പക്ഷേ എത്ര നല്ല റെക്ടിഫയർ ഉപയോഗിച്ചാലും AC-നെ DC ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെക്ടിഫയർ ഉപയോഗിക്കണേ. പക്ഷെ എത്ര നല്ല റെക്ടിഫയർ ഉപയോഗിച്ചാലും കിട്ടുന്ന ഔട്ട്പുട്ടിൽ പിന്നെയും കുറച്ച് AC-യുടെ അംശം ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ AC റിപ്പിൾസ് എന്ന് പറയാം. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നിന്ന് മുഴുവനായി AC-നെ മാറ്റിക്കളഞ്ഞ് പ്യുവർ DC ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് എന്തെന്ന് പറയാം? ഫിൽറ്റർ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? അതായത് ഒരു സർക്യൂട്ടിൽ നിന്ന് മുഴുവനായിട്ട് AC റിപ്പിൾസിനെ കളഞ്ഞ്, AC-യുടെ അംശം കളഞ്ഞ് പ്യുവർ ആയിട്ടുള്ള DC ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള DC എടുക്കുന്ന ഡിവൈസുകളെ പറയുന്ന പേരാണ് എന്ത്? ഫിൽറ്റർ. അപ്പൊ ഈ ഫിൽറ്റർ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യണം? നമ്മുടെ റെക്ടിഫയർ. അപ്പൊ നോക്കിയേ, AC ആണ് എന്തിലേക്ക് കൊടുക്കുന്നത്? റെക്ടിഫയറിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ റെക്ടിഫയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൽ എന്തുണ്ടാവും? DC ഉണ്ടാവും, കുറച്ച് AC ഉണ്ടാവും. അപ്പൊ ആ AC-നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് കണക്ട് ചെയ്യും? നമ്മൾ ഫിൽറ്റർ കണക്ട് ചെയ്യും. സാധാരണ ഫിൽറ്റർ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു കപ്പാസിറ്റർ ആണ്. എന്താ കണക്ട് ചെയ്യുക? കപ്പാസിറ്റർ.
ഈ സിമ്പിൾ എന്തിൻ്റെയാണ്? കപ്പാസിറ്ററിൻ്റെയാണ്. സാധാരണ റെക്ടിഫയറിന് ശേഷം ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യും. എങ്ങനെ കണക്ട് ചെയ്യുന്ന അറിയോ? റെക്ടിഫയറിന് പാരലൽ ആയിട്ട് വേണം കപ്പാസിറ്റർ കണക്ട് ചെയ്യാൻ. ഇതിനെ കണക്ട് ചെയ്യാനുള്ള ഗുണം, ശരിക്കും റെക്ടിഫയർ എന്താ? AC കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്ത് തരും? DC തരും. പക്ഷേ ഈ റെക്ടിഫയറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തരുന്നതിൽ എന്തുണ്ടാവും? കുറച്ച് AC ഉണ്ടാവും, അതായത് AC റിപ്പിൾസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റർ വെക്കുക. ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ? കപ്പാസിറ്റർ. ഇതിങ്ങനെ പാരലായിട്ട് റെക്ടിഫയറിന് പാരലായിട്ട് വെച്ചാലുള്ള ഗുണം, ഈ വരുന്നതിലുള്ള ACനെ ആര് പിടിച്ചു നിർത്തിക്കോളും? ഈ കപ്പാസിറ്റർ പിടിച്ചു നിർത്തിക്കോളും. അപ്പൊ നമുക്ക് പ്യുവർ ആയിട്ടുള്ള DC എവിടെ കിട്ടും? നമ്മുടെ ലോഡ് റെസിസ്റ്ററിലേക്ക് പ്യുവർ ആയിട്ടുള്ള DC കിട്ടും. ഓക്കെ, അതായത് ഇവിടെ AC ആയിരുന്നു റെക്ടിഫയറിലേക്ക് കൊടുത്തത്, പക്ഷെ റെക്ടിഫയറിൽ നിന്ന് വരുന്നതിൽ എന്തുണ്ടാവും? DC ഉണ്ടാവും, പിന്നെ കുറച്ച് AC റിപ്പിൾസ്, ACയുടെ കുറച്ച് അംശം ഉണ്ടാവും. ആ AC റിപ്പിൾസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ വെക്കുന്നത്. കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ആ ACനെ ഫിൽറ്റർ ചെയ്ത് എന്ത് മാത്രമായിട്ട് തരും? DC മാത്രമായിട്ട് എവിടേക്ക് തരും? ലോഡ് റെസിസ്റ്ററിലേക്ക് തരും. ഇനി അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ് ഇൻപുട്ട്, കൊടുത്തത് AC ആണ്. കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? DC ആയിരിക്കും. DC എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ഗ്രാഫ്? ദേ ഇങ്ങനെ ഒരേപോലെ പോകും. ഇതായിരിക്കും ഔട്ട്പുട്ട് ആയിട്ട്. ഇത് ഇൻപുട്ട് ഗ്രാഫ്, ഇത് ഔട്ട്പുട്ട് ഗ്രാഫ് ഫിൽറ്ററിന്റെ കേട്ടാ. കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിന്റെ നോട്ടുകൾ വായിച്ചു നോക്കുക. ഏതെങ്കിലും ഭാഗം ഡൗട്ട് വരുമ്പോൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണുക. റിപ്പീറ്റ് ആയിട്ട് വായിച്ച് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഒരു 3-4 വട്ടം വായിച്ച് പഠിക്കുക, എന്നിട്ടൊന്ന് കാണാണ്ട് എഴുതി നോക്കുക കേട്ടാ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ തന്നെ വരുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് സ്ക്രീൻഷോട്ട് ചെയ്യുക, ഉടനെ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ വാട്സപ്പിൽ കൂടെ അത് പറഞ്ഞു തരും കേട്ടാ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനായിട്ട് ഒരു മടിയും വിചാരിക്കേണ്ട. അതിനിപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളായാലും ചിലപ്പോൾ ഈ ക്ലാസ്സുകൾ വേറെ ഇവിടെ പഠിക്കാത്ത അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കുട്ടികൾ കാണുന്നുണ്ടാവും. അവരായാലും ഒരു മടിയും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എൻ്റെ അടുത്ത് ചോദിക്കാം, കിട്ടാത്തത് ചോദിക്കാം. അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പിൽ ഇട്ടാൽ മതി. ഞാനത് ഓഡിയോ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടാ. സോ താങ്ക് യു. അതേപോലെ ഇതേപോലത്തെ ഒരു അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.